ഞാൻ തമ്പുരാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല ജീവിക്കുന്നത്, ഈശോ പറഞ്ഞവർ ഒന്നുമല്ല ജീവിക്കുന്നു, ഞാൻ പ്രമാണങ്ങളൊക്കെ ലംഘിക്കുന്നു, പാപം ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല, തമ്പുരാൻ എന്നെ ഇഷ്ടമില്ല, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ, എനിക്ക് തമ്മിലെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുകയില്ല, തോന്നുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒഴിവാക്കുന്നു. ഏതായാലും പെട്ടുപോയി, ഇനിയിപ്പം അങ്ങോട്ട് എന്തെങ്കിലും ആട്ടെ, അങ്ങനെ അങ്ങോട്ട് നീങ്ങുകയാണ്. ചകമുള്ള സഹോദരങ്ങൾ, ഇതിനകത്ത് വലിയൊരു പൈശാചിക കെണിയുണ്ട്. എന്താണ് കെണി? പാപം ചെയ്ത ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല എന്നുള്ള സാത്താൻ ഇട്ട് തരുന്ന ചിന്തയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഭയം വരുന്നത്. ദൈവത്തെ കുറിച്ച് വികലമായ ഒരു ധാരണയുണ്ടായി. എന്താണ് ആ ധാരണയുടെ കണ്ടന്റ്? തന്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുവാണ് ദൈവം. അസൂയാലുവാണ്. തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളുടെ കണക്ക് ചോദിക്കുന്നവനാ, കണക്ക് പറയുന്നവനാ. അവിടെ ആരെയും സമ്മതിക്കല തൊടാൻ. അങ്ങനെയുള്ള ഒരു ദൈവമാണ്, അങ്ങനെയാണ് ദൈവം എന്നുള്ള ഒരു ധാരണ മനസ്സിൽ രൂപീകരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നുള്ളൂ. പക്ഷെ ഇത് വളരെ പ്രായോഗിക പ്രസക്തിയുള്ള ഒരു മേഖലയാണിത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ തിരുവചനത്തില് ഈശോ പഠിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ നമ്മൾ ദൈവത്തെ അറിയുന്നില്ലേ? നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്, എനിക്ക് ദൈവത്തെ അറിയാം, പിതാവിനെ അറിയാം, പുത്രനെ അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയാം, ദൈവത്തെ അറിയുന്നവരാണ് നമ്മൾ, അറിയുന്നവനാണ് ഞാൻ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും നമ്മൾ പോലും അറിയാതെ ആദ്യ മാതാപിതാക്കൾക്ക് സാത്താൻ ഇട്ടുകൊടുത്ത വികലമായൊരു ധാരണ നമ്മളെ കണ്ടമാനം വേട്ടയാടുന്നുണ്ട്. ആ ധാരണയുടെ നേർചിത്രമാണ് ഉൽപ്പത്തി 3 നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി 3:8 വാക്യം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്നും മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. മരങ്ങൾക്കിടയിൽ ഒളിക്കുന്ന ആദ്യ മാതാപിതാക്കള് അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. ഭയന്ന്. ഇവിടെ നമ്മൾ CCC പറയുകയാണ്, ദൈവത്തെ അവർ ഭയപ്പെടുന്നു. അതിന് കാരണം അവർ പെട്ടെന്ന് പറയുന്നത് അവരുടെ ഒരു അനുഭവം വെച്ചോട് പറയുന്നതാണ്, നഗ്നനായതുകൊണ്ട്. നഗ്നതയെക്കുറിച്ച് പക്ഷേ വചനം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ് 2-ാമത്തെ വാക്യം നമുക്കറിയാം. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നനായിരുന്നു, അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഉത്ഭവിശുദ്ധരുടെ കൃപാവരം തൽക്ഷണം നഷ്ടമായി. അവർക്ക് അവരെ പറ്റി തന്നെ ലജ്ജയായി. അപ്പൊ അത് അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തിയില കൊണ്ട് 7-ാം വാക്യം വരുന്ന അത്തിയില കൊണ്ട് അരക്കച്ചയുണ്ടാക്കി. അതിനുമുമ്പ് പരിഗണിക്കുന്നത് ഭയന്ന് ഒളിച്ചതാണ്. ഭയന്ന് ഒളിച്ചതാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊരു വലിയ ചോദ്യമാണ്. നീ നഗ്നനാണെന്ന് വെച്ചാൽ അതിനകത്തൊരു അഴുക്കിന്റെ വശം. നഗ്നനാണെന്ന് നേരത്തെ കണ്ടതാ, അങ്ങനെ ആയിരുന്നു. പക്ഷെ അതാരും പറഞ്ഞില്ല. അതേപ്പറ്റൊരു പുച്ഛം, ലജ്ജ, അശ്ലീലത, അഴുക്ക്, ഇച്ചിച്ചി പോരാ, അങ്ങനത്തെ ഒരു ചിന്ത ഒരിക്കലും വന്നിട്ടില്ല. പുരുഷനും ഭാര്യയും നഗ്നനായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. ദൈവമായ കർത്താവ് എല്ലാ ദിവസവും വരും, ദൈവത്തിനോട് ഇവരെങ്ങനെ ആയിരിക്കുന്നു, അതിനകത്ത് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പം വന്നപ്പോൾ ഇവർ നഗ്നനാണ്. അത്തിയില പറിച്ചിട്ട് അരക്കച്ച ഉണ്ടാക്കി അര മറിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടും തൃപ്തിയാകാഞ്ഞിട്ട് മരങ്ങളുടെ പുറകെ പോയി ഒളിച്ചിരിക്കുന്നു. ഈ അസ്വസ്ഥതയെല്ലാം ഇപ്പം നമ്മൾ ചോദിക്കുക, ആര് പറഞ്ഞു നിന്നോട് നഗ്നനാണെന്ന്? ഞാൻ പറഞ്ഞോ? ഇതാണ് ചോദിക്കാത്ത ചോദ്യം. ഞാൻ പറഞ്ഞോ? നിന്നോട് നിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ അവകാശമോ അധികാരമോ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനല്ലേ. നിന്നെ സംവിധാനിച്ച ഞാനല്ലേ, ഉണ്ടാക്കി ഞാനല്ലേ. കളിമണ്ണിൽ നിന്ന് ആദം പുരുഷനെ, വാരിയെല്ലുകൊണ്ട് സ്ത്രീയെ, വചനം പറയുന്ന വാക്കുകൾ അങ്ങനെയാണല്ലോ. ഞാനല്ലേ ഉണ്ടാക്കിയത്. നിങ്ങൾ അഴുക്കാണെങ്കിൽ ഞാനല്ലേ പറയേണ്ടത്. ഞാൻ എന്താ പറഞ്ഞത്? നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഞാൻ നന്നായിരിക്കുന്നതിനെ നോക്കിയിട്ട് അഴുക്കാണെന്ന് പറയാൻ നിനക്ക് എവിടുന്ന് കിട്ടി? ആര് പറഞ്ഞു? ഇതിനിടയ്ക്ക് അവിടെ വന്ന ഒറ്റയാളേ ഉള്ളൂ, സർപ്പം. അപ്പോൾ സാത്താൻ്റെ വലിയ കളി ഇതിനകത്ത് കയറി കിടക്കുന്ന ഒരു വശം നമുക്ക് അതേപ്പറ്റി കാണാം. ഭയന്നൊളിച്ചതാണ്. അത് നോക്കിക്കുകയും ഇവിടെ എന്തുകൊണ്ടാണ് അവർ ഓടിക്കാൻ കാരണം? ദൈവം പറഞ്ഞ വാക്ക് കേട്ടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചാൽ ദൈവം ശിക്ഷിക്കും, കോപിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കുകയല്ല, ദൈവം നമ്മളെ ആട്ടി ഓടിക്കും എന്നൊരു ധാരണ സാത്താൻ ഇട്ട് കൊടുത്തു. ഇതൊരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നപ്പം യോഹന്നാന്റെ സുവിശേഷം
12-ാം അധ്യായത്തില് 47-ാം തിരുവചനം. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കുറ്റം വിധിക്കുന്നില്ല. ഞാൻ അവനെ കുറ്റം വിധിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തി പാലിക്കുന്നില്ലെങ്കിലും ഞാൻ കുറ്റം വിധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് ആദ്യം കേട്ടത് ആദം ഹവ്വ. അവരിത് പാലിച്ചില്ലാതെ വന്നപ്പോഴാണ് അന്ന് വൈകുന്നേരം ദൈവമായ കർത്താവ് വരുന്ന സ്വരം കേട്ടപ്പം ഇവർ ഓടുന്നു. ഓടുന്നതിന് കാരണം എന്താ? അവിടുന്ന് പറഞ്ഞ കൽപ്പന നമ്മൾ പാലിച്ചില്ല. അവിടുന്ന് വരുന്നുണ്ട്, ഓടിക്കോടാ, വിട്ടുപൊക്കോ, വരുന്നുണ്ട്, തല്ലാൻ വരിക, ദൈവത്തിന് നമ്മൾ ഇഷ്ടം ശിക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ഇങ്ങനെ ഒരു ചിന്ത ഇവർക്ക് കയറി. അതവിടെ CCC പറയുന്നത് വികലമായ ഒരു ധാരണ കയറി. എന്താ വികലമായ തന്നെ കണ്ടന്റ്? തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുവാണ്, കണക്ക് ചോദിക്കുന്നവനാണ്, സമ്മതിക്കേലാത്തവനാണ് ദൈവം. ഇങ്ങനെ ധാരണ കയറി. ഈ ധാരണ തിരുത്തുക എന്നുള്ളത് ഈശോ തൻ്റെ ദൗത്യത്തിൽ ഒന്നാമതായി എടുത്തൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു വികലമായ ധാരണ കയറിക്കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഒരുക്കുന്നു. നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ആയിരിക്കും ഒരുക്കും. നമ്മുടെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് ക്ലാസ് കൊടുക്കും. പിള്ളേരെ എല്ലാം പറഞ്ഞൊരുക്കി ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്, ഈശോയുടെ ദിവികാരനുമായിട്ട് ഹൃദയത്തിലേക്ക് വരും, ഇതെല്ലാം പറഞ്ഞൊരുക്കും. പാപത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എപ്പോഴും അവതരിപ്പിക്കുന്ന 2 കുഞ്ഞു വിശുദ്ധരാണ്, ഡൊമിനിക് സാവിയോയും മരിയ ഗുരുവറ്റിയും. നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പം അവർക്ക് പറഞ്ഞു കൊടുക്കും ഡൊമിനിക് സാവിയോയുടെ തീരുമാനം. ആതുർബാന സ്വീകരിച്ചപ്പം തീരുമാനം എന്താണ് എടുത്തത്? പാപത്തേക്കാൾ മരണം മുക്കൽ എഴുതി വെച്ചു. ഒരു പാപം പോലും ചെയ്യാതെ ഡൊമിനിക് സാവിയോ ജീവിച്ചു. മരിയ ഗുരുവറ്റി പാപത്തേക്കാൾ മരിച്ചയാളാണ്, കുത്തേറ്റിട്ട് പോലും പാപം ചെയ്യാതെ മരിച്ചയാളാണ്. ഇതെല്ലാം നമ്മൾ കേട്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിങ്ങനെ ജ്വലിച്ച്, നമ്മുടെ ഉള്ളും അങ്ങ് ജ്വലിച്ചിട്ടുണ്ട്. എനിക്ക് ഡൊമിനിക് സാവിയെ പോലെ ജീവിക്കണം, മരിയ ഗുരുവറ്റിയെ പോലെ വിശുദ്ധമായിട്ട് ജീവിക്കണം, ഒരു പാവം പോലും ഉണ്ടാകുക, അങ്ങനെ വലിയ ആഗ്രഹമൊക്കെ ആയിട്ട് നമ്മൾ നല്ലപോലെ ആത്മശോധന ചെയ്ത് നല്ലപോലെ പോയി കുമ്പസാരിച്ച് സകല പാപങ്ങളും നീക്കി ആദ്യ കുർബാന സ്വീകരിക്കുന്നു. അപ്പം അങ്ങനെ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. അത് നല്ല വെള്ളയുടുപ്പും ചെണ്ടും മുടിയും എല്ലാം വെള്ള അങ്ങനെ കുർബാനയൊക്കെ സ്വീകരണം കഴിഞ്ഞിട്ട് പള്ളിയിലെ ആഘോഷം കഴിച്ച് കാപ്പിയെ കുടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. വീട്ടിൽ വന്നു ബന്ധുക്കളും കസിൻസും അങ്കിളുമാർ ആൻറ്റിമാരൊക്കെ വന്ന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ആഘോഷം അല്ലെ, കൊച്ചുനാളിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ആദ്യ കുർബാന സ്വീകരണം. അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴത്തേക്കും, കുർബാന രാവിലെ അത് വിചാരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്കും അടുത്തവരൊക്കെ വന്ന് പിരിഞ്ഞു. കുറച്ച് പേരൊക്കെ വീട്ടിലുള്ളൂ, ഇന്ന് നല്ല ഭക്ഷണമൊക്കെ വീട്ടിലുണ്ട്. അങ്ങനെ രാവിലത്തെ പലഹാരത്തിൻ്റെയൊക്കെ ബാക്കി എടുത്തുള്ള കേക്കിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇത് കുർബാന സ്വീകരിച്ച പയ്യൻ ഇങ്ങനെ വരാന്ത നിൽക്കാന്ന് വിചാരിക്കും. വീടിൻ്റെ വരാന്ത നിൽക്കുമ്പോൾ അല്ല മുറിക്കകത്ത് നിൽക്കുമ്പോൾ ജനാലയിൽ കൂടെ ഒക്കെ മുറ്റത്തൂടെ ഒരു പാർട്ടി അങ്ങ് പോകുന്നു. നോക്കിയപ്പോൾ ഉണ്ട് അനുജനാണ് മുറ്റത്തൂടെ അങ്ങ് പോവുകയാണ്. നോക്കിയപ്പോൾ ഉണ്ട് അവൻ്റെ തലയിൽ തൻ്റെ മുടി ഇരിക്കുന്നു. രാവിലെ വെള്ളം മുടിയും വെച്ച് കുർബാന സ്വീകരിച്ചിട്ട് വന്നപ്പോഴും മുടിയും പൂച്ചൻ്റെ അടുത്ത് രൂപത്തിൻ്റെ അടുത്തുകൊണ്ട് വെച്ചതാ. ഇപ്പം നോക്കിയപ്പോൾ ഉണ്ട് അവൻ ആ മുടിയും തലയിൽ വെച്ചോണ്ട് മുറ്റത്തോടെ ആഘോഷമായിട്ട് നടക്കുക. ചേട്ടായുടെ മുടി കണ്ട് അവനും കൊതിയുണ്ട്, അതും വെച്ച് മുറ്റത്തോടെ ആഘോഷമായിട്ട് നടക്കുകയാണ്. എന്ന് മാത്രം നടക്കുന്ന വഴിക്ക് അവൻ ഈ മുടി എടുത്തിട്ട് ഓരോ പൂ ഇങ്ങനെ നോക്കി പറിച്ചെടുത്തിട്ട് ഊതി പറപ്പിച്ചിട്ട് പൊക്കം വിട്ടുകൊണ്ട് അങ്ങനെ മുറ്റത്ത് നടക്കാതിരിക്കുക. ഇത് കാണുന്ന ചേട്ടായിക്ക് ഉണ്ടാകുന്ന അനുഭവം എന്നതാണ്, കേട്ടോ എൻ്റെ മുടി ഒരൊറ്റ ചാട്ടം ഒരൊറ്റ ഓട്ടം ചെന്നിട്ട് തട്ടിപ്പറിച്ച് മുടി മേടിച്ച് നോക്കി കഴിയുമ്പോൾ പൂ മുറ്റത്തിറ കിടക്കുന്ന ഒരൊറ്റ തൊഴിയാണ്. അന്നേരം തൊഴി ഒരു അടിയും കൊടുക്കും. എടാ എൻ്റെ പൂ നീ പറിച്ച. പിന്നെ തൊഴിക്കുമ്പോഴത്തേക്കും കൊച്ചു കാറിച്ച കേട്ട അപ്പനോ അമ്മയോ ആരെങ്കിലും പരിക്കാതെ ഇറങ്ങി വരും. എന്നാടാ അപ്പോൾ കൊച്ചു കിടന്ന് കാറ് കാണാം, അടുത്ത് തൊഴി കൊടുക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടില്ലേ മമ്മി, എൻ്റെ മുടിയെല്ലാം വലിച്ചു പറിച്ചു, കണ്ടില്ലേ ഇവിടെ കിടക്കാതെ. പിന്നെ തൊഴിക്കാൻ വേണ്ടി കാല് പൊക്കി അങ്ങോട്ട് ഓങ്ങിയപ്പോഴത്തേക്കും അമ്മ പറയാണ്, ഇതേ ഇന്ന് ഈശോയെ സ്വീകരിച്ചതാണ്, ഇപ്പം ഈശോ ഇറങ്ങിപ്പോയിട്ടുണ്ട്, നോക്കിക്കോ. തൊഴിച്ചില്ലേ, അടിച്ചില്ലേ, ഏട്ടപ്പെരെല്ലാം വിളിച്ചില്ലേ, ഇപ്പം ഈശോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴേ ചങ്കത്ത് കൈവെക്കുക, ദൈവമേ ഓർത്തില്ല, നെക്കി നോക്കിയിട്ട് പോയെന്ന് തോന്നുന്നു, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം പോയെന്ന് തോന്നുന്നു. തീരുമാനം എടുത്ത ടീച്ചർ പറഞ്ഞു തന്നതാണ്, അടിക്കരുത്, അടിക്കുകയില്ല, ഇടിക്കുകയില്ല, തൊഴിക്കുകയില്ല, ഞുള്ളുകയില്ല, ചീത്തവിളി എല്ലാം തീരുമാനമെടുത്തിട്ട് എല്ലാം ഡൊമിനിക് സാവിയെ പോലെ ഞാൻ വന്നതാ. ഇപ്പം ഞാൻ ഇടിയും തൊഴി അടി എല്ലാം കൊടുത്ത് ഈശോ ഇറങ്ങിപ്പോയി. അമ്മ പറഞ്ഞ് കണ്ടോ. പിന്നെ വയ്യ വിളിച്ച് അകത്ത് കൊണ്ടുപോകും, മുടിയൊക്കെ മാറ്റി വെക്കും, രൂപത്തിൻ്റെ മെന്നെ കൊണ്ട് തീർത്തും. രൂപത്തിൻ്റെ മെന്നെ കൊണ്ട് ഈശോ നോക്ക് മാപ്പ് ചോദിച്ചോ. ഈശോയ്ക്ക് വീണോ, ഈശോ അരിച്ചപ്പെടും, ഈശോ കൊണ്ടോ, ഈശോ പണങ്ങും, ഈശോയ്ക്ക് ഇഷ്ടമില്ല. അടിക്കുന്ന പിള്ളേർ തൊഴിക്കുന്ന പിള്ളേർ ഈശോയ്ക്ക് ഇഷ്ടമില്ല.
നമ്മൾ വന്ന് കയറി ഈശോയെ നോക്കാൻ പേടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇത് രാവിലെ വരെ ഈശോ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ ഈശോ ഇങ്ങനെ കൊണ്ടൊക്കെ മുഴപ്പിച്ച് നോക്കുന്നത്. അയ്യോ എന്നാ ചെയ്യുന്നേ, ഈശോയെ ക്ഷമിക്കണേ. അപ്പം അമ്മയും കൂടെ കൂടി പിന്നെ മനസ്താപങ്ങളൊക്കെ ചൊല്ലിച്ച് ഒരു തരത്തിൽ ഇനി ചെയ്യാല, അടിക്കാല, ഇടിക്കാല, തൊഴിക്കാല, ചൊള്ളുകയാല എല്ലാ തീരുമാനം എടുത്ത് ഉറപ്പിച്ച് അങ്ങനെ ഈശോയ്ക്ക് ചേർന്ന മോനായിട്ടൊന്ന് മാറി. അങ്ങനെ സൂക്ഷിച്ച് നടന്ന് പിറ്റേ ദിവസം പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കും. ഈശോയെ കൂട്ടിക്കൊണ്ട് വന്നു. പക്ഷെ അന്ന് ഉച്ചയാകുന്നതിന് മുമ്പ് എന്തെങ്കിലും വിഷയം അടുത്ത് തൊഴിയിടിയായി, വീണ്ടും തകർച്ച എന്നെ ചെയ്യുന്നത്. പിന്നെയും മനസ്താപങ്ങളൊക്കെ ചൊല്ലി ഒരു തരത്തിൽ ഒരുക്കിയിട്ട് പിന്നെ പോയി കുർബാന സ്വീകരിക്കും. പക്ഷെ അടുത്ത ദിവസം വരെ ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യം പാപം എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ മനസ്സങ്ങിടിയാണ്. തമ്പുരാൻ എന്നെ ഇഷ്ടമില്ല, ഈശോയ്ക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റിയല്ല. ഇങ്ങനെ വന്ന് കുറച്ച് വർഷങ്ങൾ പോയി. അപ്പം ഈശോയോട് വിഷമാണ്. അതുകൊണ്ട് കുരിശ് വരയ്ക്കാൻ വരുമ്പോൾ കുരുത്തക്കേട് കാണിച്ചു, കട്ട് തിന്നും. അമ്മി അറിഞ്ഞിട്ടില്ല, കട്ട് തിന്ന പേരും അവിടെ പോയി ഇടി കൂടിയത് അമ്മി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ രൂപത്തേക്ക് നോക്കുമ്പോൾ വരുമ്പോൾ തന്നെ വിഷമമാണ്, അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ വന്ന് കുരിശ് വരയ്ക്കാൻ അറിയാൻ പറ്റിയല്ലോ. പള്ളിയിൽ പോകുന്ന കാര്യം പറയും മടുപ്പ്. കാരണം ചെല്ലുമ്പോൾ ഈശോയ്ക്ക് അറിയാം ഞാൻ കുരുത്തക്കേട് കാണിച്ചത്, ഈശോയ്ക്ക് എൻ്റെ ഹൃദയം വരാൻ പറ്റിയല്ല. എന്നാ ചെയ്യും? പിന്നെ സൺഡേ സ്കൂളൊക്കെ ആയതുകൊണ്ട് കുമ്പസാര ദിവസം വരുമ്പോൾ ലൈനായിട്ട് ക്ലാസ് അനുസരിച്ച് കൊണ്ട് അച്ഛനും എന്നെ കൊണ്ട് മുട്ട് കുത്തിക്കുമ്പം പിന്നെ കുമ്പസാരിക്കും, പാവമോചനം മേടിക്കും, കുർബാന സ്വീകരിക്കും, അങ്ങനെ അങ്ങ് പോകുന്നു. ഇത് കൗമാരത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും വേറെ വിഷയങ്ങളായി ലൈംഗിക മേഖലയൊക്കെ ഓണാകാൻ തുടങ്ങി, അതിൻ്റെ കൗതുകങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴേ അത് വെച്ചുള്ള നോട്ടങ്ങളായി, ഇടപെടലുകളായി, കൂട്ടുകാർ വന്ന് അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ഒരു വീട്ടിൽ തന്നെ ഉള്ള കസിൻസ് അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, അവരെ തൊട്ട് പിടിച്ചു. ഇങ്ങനെ കൗതുകം വന്ന് രസം വന്ന് അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും മനസ്സിലായി ഇതേ മരിയൊക്കെ ഒരു ഒറ്റ അങ്ങനെ ജീവിച്ച ആളാ രോമിനി സാബിയോ. ഞാൻ പിന്നെ ഇപ്പം മൊബൈൽ ഫോണും കൂടെ, കൂട്ടുകാരെ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് കാണിക്കുന്നു, അതിനകത്ത് വീഡിയോസ് കാണിക്കുന്നു, ആ അഴുക്ക് കാണിക്കുന്നു, ഈ അഴുക്ക് കാണിക്കുന്നു. അത് കാണാൻ കൗതുകം ഒരു വശത്ത് കണ്ടു കഴിയുമ്പം ഉള്ളിൽ നടുങ്ങുന്നു, ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ല. ഇങ്ങനെ ഒരു ഭീകരമായ ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. എങ്കിലും 12ാം ക്ലാസ് വരെയൊക്കെ വീട്ടിൽ തന്നെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ കുമ്പസാരിക്കും, പള്ളിപ്പം കുർബാന സ്വീകരിക്കും, അങ്ങനെയൊക്കെ പോയി. പിന്നെ വീട് വിട്ട് എവിടെയെങ്കിലും ദൂരേക്കും എല്ലാം പഠിക്കാൻ പോകുന്നു, ബാംഗ്ലൂർ എവിടെയെങ്കിലൊക്കെ പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിയുമ്പം പപ്പായില്ല, മമ്മയില്ല, വികാരിച്ചനില്ല, സൺഡേ സ്കൂൾ ടീച്ചർമാർ കൂടെ ഇല്ല. മറുവശത്ത് കുറേ കൂട്ടുകാരായി ഇച്ചിരി പാപത്തിന് സാഹചര്യങ്ങളാച്ച മദ്യപിക്കാനായി, വൃത്തി കാണിക്കാനായി, ആമ്പിള്ളേർ പെമ്പിള്ളേർ കമ്പനികളായി. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഫ്രീ ആണ്, കറങ്ങാൻ പോക്കായി. അങ്ങനെ പോയപ്പോൾ ഇച്ചിരി ഇങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറുന്ന ചിന്ത, ഞാൻ തമ്പുരാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല ജീവിക്കുന്നത്, ഈശോ പറഞ്ഞവർ ഒന്നുമല്ല ജീവിക്കും, ഞാൻ പ്രമാണങ്ങളൊക്കെ ലംഘിക്കുന്നു, പാപം ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കും, ഞായറാഴ്ച പള്ളി പോയോടാ, പള്ളി പോയോടി. ഞാൻ പോക്കോളാം എന്ന് പറയും. പക്ഷെ എങ്ങനെ പോകും? പള്ളി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വേണ്ടാത്ത അഴുക്ക് വീഡിയോകൾ കണ്ടു. ഇച്ചിരി കുരുത്തുകേട് കാണിക്കാൻ പോയി, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയപ്പം ഇച്ചിരി തൊട്ടു പിടിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങോട്ട് ഇത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ പള്ളിച്ചെരു, എങ്ങനെ കുർബാന സ്വീകരിക്കും? കുമ്പസാരിക്കാൻ പോയാലും ഇനിയും എങ്ങനെ കുമ്പസാരിക്കും? ഇത് തന്നെ പിന്നെയും ചെയ്യുക. അതുകൊണ്ട് കുമ്പസാരത്വം വേണ്ട, പള്ളിപ്പോക്കും പറ്റിയല്ല. വീട്ടിൽ നിന്ന് കുരിശ വരയ്ക്കുമായിരുന്നു, കൊന്തയെല്ലാം വന്ന് രൂപത്തന്നെ എടുക്കുമ്പോഴത്തേക്കും ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ല നല്ല ഉറപ്പാണ്. അത് കുരുത്തക്കട കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ കാണുന്നു, പോർണോഗ്രഫി കയറുന്നു, മസ്റ്റർബേഷന് ചാടുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ, കൊച്ചിന് കിട്ടുന്ന ഇംപ്രഷൻ, എന്നെ തമ്പുരാന് സ്നേഹിക്കാൻ പറ്റത്തില്ല, തമ്പുരാൻ എന്നെ ഇഷ്ടമില്ല, ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ, എനിക്ക് തമ്മിലെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുകയില്ല, തോന്നുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന ഒഴിവാക്കുന്നു. ഏതായാലും പെട്ടുപോയി, ഇനിയിപ്പം അങ്ങോട്ട് എന്തെങ്കിലും ആട്ടെ, അങ്ങനെ അങ്ങോട്ട് നീങ്ങുകയാണ്. ചകമുള്ള സഹോദരങ്ങൾ, ഇതിനകത്ത് വലിയൊരു പൈശാചിക കെണിയുണ്ട്. എന്താണ് കെണി? പാപം ചെയ്ത ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല എന്നുള്ള സാത്താൻ ഇട്ട് തരുന്ന ചിന്തയാണ്. ഈശോ വന്ന് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. നമ്മളെല്ലാവരും ഈ ഒരു പീഡ അനുഭവിക്കുന്നുണ്ട്. ഒരു വശത്ത് ഈ പീഡയ്ക്ക് മറ്റുള്ളവരെ ഇരയാക്കുന്നുമുണ്ട്. ഇതെങ്കിൽ നമുക്ക് നിർത്തണം, അത് നമുക്ക് തിരുത്തണം. നമ്മൾ കണ്ടില്ലേ യോഹന്നാൻ 17 ദൈവം സത്യമായി അവിടുന്ന് പുത്രനെയും അറിയുന്നിടത്ത നിത്യജീവൻ. നമ്മൾ അറിയുന്നില്ല. ഞാൻ ഈ അടുത്താരെ ഇരുന്നുകൊണ്ട് തറപ്പിച്ച് പറയാം, നമ്മൾ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയുന്നത് ഒരു അവിവേകം, അതിശോക്തി നമുക്ക് തോന്നുമായിരിക്കും, ക്ഷമിക്കുക. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ,
യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-ാം വാക്യം നോക്കിക്കുകയും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. പൂർവ്വകാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ വഴി പലപ്പോഴും വെളിപ്പെടുത്തി. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാം. അങ്ങനെ കുറേശ്ശെ വെളിപ്പെടുത്തി ദൈവത്തെ ചിത്രങ്ങൾ കിട്ടി. അവസാനം പുത്രനെ അയച്ചു, പുത്രൻ വന്ന് വെളിപ്പെടുത്തി. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. കാരണം കണ്ടെന്ന് പറയുന്ന ആദം, അത് തന്നെ നമുക്കറിയാം അരൂപിയാണ്. അതിൻ്റെ അനുഭവം നമുക്കറിയാം. ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡാണ് ഉൽപ്പത്തിയുടെ 1-11 വാക്യം അധ്യായം. പിന്നെ ഏറ്റവും കണ്ടെന്ന് പറയുന്നത് മോശയാണ്. മോശ കണ്ട് ദൈവത്തിൻ്റെ പുറംഭാഗം കണ്ടണമെന്നാണ് ഒരു വശത്ത് പറയുന്നത്. മലമുകളിൽ പോയപ്പോൾ മുഖാമുഖം കണ്ടെന്ന് പറയുന്നെങ്കിൽ പോലിതാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ ദൈവത്തെ പിന്നെ വെളിപ്പെടുത്തിയത് ആരാ? ദൈവത്തെ കണ്ട ആരുമില്ല. അപ്പോൾ ഈശോ വെളിപ്പെടുത്തിയതാണ്. ഈശോ എന്താ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഈ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം അരൂപിയാണ്. അപ്പോൾ രൂപിയായ വ്യക്തികൾക്ക് അരൂപിയെ കാണാൻ പറ്റുകയില്ല. അശരീരിയാണ് ദൈവം. ശരീരികൾക്ക് ശാരീരികമായ കണ്ണുകൊണ്ട് അശരീരിയായ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം ദൈവം ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്നിട്ട് കാണിച്ചു തരികയാണ് ആരാ ദൈവം, ദൈവം എന്താ, എങ്ങനെയാണെന്നുള്ളതും. യോഹന്നാൻ 14 ഈ ഈശോ ഇങ്ങനെ പിതാവിനെ കുറിച്ച് ഒരുപാട് പറയുന്നു. നമ്മളിവിടെ ഓർമ്മിക്കേണ്ട വേറെ കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാമല്ലോ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ വന്നിട്ട് ഇത്ര ദശകങ്ങളായി നമ്മുടെ നാട്ടിൽ 10, 40, 50 വർഷങ്ങൾ. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഉള്ള ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഇടവക ധ്യാനമാണ്. ധ്യാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇല്ല. പിന്നെയുള്ള ഇടവക ധ്യാനങ്ങളാണ്. ഇടവക ധ്യാനം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു അച്ഛൻ വന്നിട്ട് ഏതാനും പ്രസംഗം പറയും. ആ കാലഘട്ടത്തിലെ ഉന്നം ഈശോയിലേക്ക് വരിക, ഈശോയെ അറിയുക, തിരുഹൃദയ ഭക്തി ഇറക്കുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കരിസ്മാറ്റിക് ധ്യാനം വന്നപ്പം, ഞാൻ നിരീക്ഷണപരമായിട്ട് പറയുകയാണ്, കരിസ്മാറ്റിക് ധ്യാനം വന്നപ്പം ഈശോയിൽ നിന്ന് ശ്രദ്ധ കുറച്ചുകൂടെ മാറി പരിശുദ്ധാത്മാവിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ധ്യാനത്തിൻ്റെ അവസാനത്തെ പരിപാടി അഭിഷേക പ്രാർത്ഥനയാണ്. അഭിഷേകം നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ തെളിയണം, വരങ്ങൾ, ഗിഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓണായി. അതിനുവേണ്ടിയുള്ള ആവേശമായി വടച്ചാധ്യാനം, പരിശുദ്ധാത്മാവിൻ്റെ തെളിയണം. അങ്ങനെ മുന്നോട്ട് പോകുന്നിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയിലുമല്ല നിൽക്കേണ്ടത്, പരിശുദ്ധാത്മാവിലുമല്ല നിൽക്കേണ്ടത്, പിതാവിലാണ് നിൽക്കേണ്ടത്. ഈശോ ഭൂമിയിലേക്ക് വന്നെങ്കിലും ഈശോ നിരന്തരം പഠിപ്പിച്ചത് പിതാവിനെ കുറിച്ചാണ്. പിതാവ് പറയുന്നത് പോലെ, പിതാവ് ചെയ്തതുപോലെ, പിതാവിൻ്റെ സമാധാനം, പിതാവിൻ്റെ സ്നേഹം, പിതാവിങ്ങനെയൊക്കെയുള്ള വഴി, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ ഈശോ എല്ലാം പിതാവിങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവും പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആണോ? അങ്ങനെ പറയുന്ന വചനമുണ്ടോ? ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ സഹായിക്കുന്ന പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. റോമ 8:14-15 നോക്കി ആഴപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സകല വരദാനങ്ങളും പ്രവർത്തനങ്ങളെയും കാച്ചുകുറുക്കി പറയുന്ന വചനമാണല്ലോ അത്. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിശേഷണ പേരാണ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരു വിശേഷണമാണ് താനും. പരിശുദ്ധാത്മാവ് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കും. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന. അത്രയും നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം സഹായിക്കുന്നത് ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാനായിട്ടാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ ആത്മീയതയുടെ വചന വ്യക്തതയിലുള്ള ഉന്നതം എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിന് ചേർന്ന മക്കളായിട്ട് മാറുക എന്നുള്ളത്. അതാണ് ദൈവരാജ്യ അനുഭവം. ദൈവത്തിൻ്റെ അപ്പായുടെ മക്കളായിട്ട് അപ്പായുടെ വീട്ടിൽ താമസിക്കുന്ന അപ്പായുടെ ആത്മാവ് ഉള്ളു പറയുന്നത് അനുസരിച്ച് അപ്പായാൽ ഭരിക്കപ്പെടുന്നു. റേഞ്ഞും ദൈ അത് തന്നെയാണ്. അപ്പോൾ പിതാവിൻ്റെ മക്കളായിട്ട് മാറുക. അപ്പോൾ ഈശോ തൻ്റെ ഭൗമിക ജീവിതകാലത്ത് യോഹന്നാൻ സുവിശേഷം കാണാം, എപ്പോഴും പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ 14 ഇപ്പം ഇങ്ങനെ പിതാവിനെ കുറിച്ച് പറഞ്ഞ് പിതാവിൻ്റെ ഭവനം അങ്ങോട്ടുള്ള വഴി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. ഇതെല്ലാം യോഹന്നാൻ 14 ആദ്യ വാക്യം കാണാമല്ലോ. ഇത് കേട്ടിരിക്കുമ്പോൾ തോമാശ്ലീഹ ഒരു വഴി ചോദിച്ചു. വഴി സത്യം ജീവൻ ഞാനാണെന്ന് ഈശോ ഉത്തരം കൊടുത്തു. പിന്നെ പീലിപ്പോസ് അടുത്ത ചോദിക്കുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? 8-ാം വാക്യം. പീലിപ്പോസ് പറഞ്ഞു, പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി, ഇനി വേറൊന്നും വേണ്ട.
അപ്പോൾ ഈശോ 3 വർഷം കൂട്ടത്തിൽ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ പീലിപ്പോസിനുണ്ടായ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹം അതാണ്. എന്ത്? പിതാവിൻ്റെ സ്വന്തമാവുക, പിതാവിനെ കാണുക, പിതാവിനെ അനുഭവിക്കുക, പിതാവിൻ്റെ മോനും മോളുമായിട്ട് മാറുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇത് തന്നെ നമ്മളെ കൂടെ നോക്കിയിരുന്നു. പിതാവേന്ന് അപ്പായും ദൈവത്തെ വിളിക്കാൻ നമ്മളെ സഹായിക്കുക, മക്കളാണെന്ന് ബോധ്യപ്പെടുത്തരികയാണ് പരിശുദ്ധാത്മാവും. അപ്പോൾ ഇത് പീലിപ്പോസ് പറഞ്ഞപ്പോൾ ഈശ്വരൻ മറുപടി നമുക്കറിയാം. ഇക്കാലമത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ട് പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നതിന് പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ കാണിച്ചത് നീ പറയുന്നത് എങ്ങനെയാ? എന്നെ കാണുന്നതിന് പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ കാണിച്ചു തരാൻ പറയുന്നത്. കാണിച്ചു തരാൻ പറഞ്ഞാൽ പിതാവ് അശരീരിയാണ്, നിങ്ങൾ ശരീരികളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ല. അതുകൊണ്ട് അശരീരിയായ ദൈവം ശരീരം ധരിച്ച് വന്നാണ് ഞാൻ. അത് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പം എന്നെ കാണുന്നതിന് പിതാവിനെ കാണുന്നു. പക്ഷെ വീട് തുടരുകയാണ് 10-ാം വാക്യം. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്ന അല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തിക്കുക ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് ഞാൻ പറഞ്ഞ് വിശ്വസിക്കുവിൻ, അല്ല പ്രവർത്തിന് പോലും വിശ്വസിക്കുവിൻ എന്ന് വെച്ചാൽ യോഹന്നാൻ 17:3 വിട്ടുപോകരുത്. സത്യമായ ദൈവത്തെ പിതാവിനെയും അവിടുത്തെ പുത്രനെയും അറിയുക, അതിലാണ് നിത്യജീവൻ. ഈ അറിയുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അറിയാതെ പോയി ഏത് മുതൽ? ആദ്യത്തെ പാപം മുതൽ ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണ കയറി, തെറ്റായ ധാരണ. ആ തെറ്റായ ധാരണ വന്നിട്ട് നമുക്ക് ഭയം ഉണ്ടാകുന്നത്, പേടിച്ചോടുന്നത്. ആ ഭയം മാറ്റി ദൈവത്തിൻ്റെ മക്കൾക്ക് തിരിച്ചു വരാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ പിതാവിനെ ഒന്ന് കാണിച്ചതാ, പറഞ്ഞതാ, അറിയിച്ചതാ. ഈശോ പറയും എന്നെ കണ്ടാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് എല്ലാം പിതാവ് എന്നെ വസ്തുവിൻ്റെ പ്രവർത്തി പറയുന്നതാണ്. പിതാവ് വസ്തുവിൻ്റെ പ്രവർത്തി ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും. ഞാൻ 1:11 പറയട്ടെ. യോഹന്നാൻ 12:49, 50 വചനങ്ങൾ. എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണം, എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണ് ഞാൻ അറിയുന്നു. അതിൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈശോയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പം ആ വാക്കുകളെ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഈശോ പറയുകയാണ്, ഞാൻ എന്ത് പറയണം, എന്ത് പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് എനിക്ക് കൽപ്പന തന്നിരിക്കുകയാണ്, കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കമാന്നൊരു അക്ഷരം മാറ്റി പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തു പറഞ്ഞാലും പഠിപ്പിച്ചാലും പിതാവ് കൽപ്പിച്ചവർ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അത് നിത്യജീവനാണ് താനും എന്ന് ഈശോ പറയുന്നു. വീണ്ടും യോഹന്നാൻ 7:14-15 വാക്യങ്ങൾ. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവനത് അത്ര മതി. അപ്പം ഈശോയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ല ഈശോ. കാരണം ഈശോ ഗലീലക്കാരനാണ്. നമ്മളറിയാം ഗലീലയിലെ ഏറ്റവും വലിയ സംഭവം ഗലീല കടലാണ്. അവിടെ തലപൊങ്ങി വരുന്ന പിള്ളേരുടെ എല്ലാം പരിപാടി അപ്പൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോട്ടമാണ്. അവിടെ തലപൊങ്ങുന്ന പിള്ളേർ പള്ളിക്കൂടത്തിലല്ല പോകുന്നത്, മീൻ പിടിക്കാൻ പോകും. അങ്ങനെ അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവിടെ ഗലീലി എന്ന് പറയുന്ന നിരക്ഷര കുഷികളുടെ സ്ഥലമായിട്ടാണ് മറ്റു നാട്ടുകാർ, യൂദയക്കാർ പ്രത്യേകിച്ചും, യൂദയ പട്ടണത്തിൻ്റെ സ്ഥലമാണ് ജെറുസലേം. നമുക്കറിയാം നഥാനിയ പറയുന്നത് അറിയാമല്ലോ, നസ്രത്തിൽ നിന്ന് വല്ല നന്മ വരുമോ? ഗലീലിയയുടെ കേന്ദ്രമാണ് നസ്രത്ത്, പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരു നന്മ വരും, ഒരു അറിവും ഇല്ലാത്ത സ്ഥലമാണ്. അതവിടെ പറഞ്ഞു ഇവന് ഒന്നും പഠിച്ചിട്ടില്ല. ഈശോ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കും ഇവന് എവിടുന്ന് കിട്ടിയ അറിവെല്ലാം. അങ്ങ് ചോദിക്കുമ്പം ഈശോ പറയുകയാണ്, ഇതെൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതാണ്, പിതാവിൻ്റെതാണ്. സ്കൂളിൽ ഒരു വിശേഷ അവസരം വരുന്നു, സ്വാതന്ത്ര്യദിന ആഘോഷം. കുട്ടികളെല്ലാം കൂടി മീറ്റിംഗ് ആണെന്ന് വെച്ചിരിക്കുകയാണ്. മീറ്റിങ്ങിന് പല പരിപാടികളുണ്ട്, പരേഡും പരിപാടി എല്ലാം ഉണ്ട്. പ്രസംഗം പറയണം. പ്രസംഗത്തിന് വേണ്ടി 9ാം ക്ലാസ്സിലുള്ള ഒരു പെങ്കൊച്ചൻ്റെ പ്രസംഗിക്കാൻ പറയാൻ പഠിക്കുകയാണ്. അവളെ സ്റ്റാഫ് തിരുവനന്തപുരം അവിടെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കാം. അവൾ പോയി ടീച്ചറെ പറഞ്ഞു, നീ വേണം പ്രസംഗം പറയാൻ സ്വാതന്ത്ര്യദിനത്തിന്. ഓക്കെ. അവൾ വീട്ടിൽ ചെന്നിട്ട് പപ്പായോട് പറഞ്ഞു, പപ്പ എന്നെയാണ് പ്രസംഗം ഏൽപ്പിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിന്. പപ്പ എനിക്ക് പ്രസംഗം എഴുതി തരാമോ? പപ്പ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പപ്പ പറഞ്ഞു എഴുതി തരാം മോളെ. പപ്പ നല്ലൊരു പ്രസംഗം എഴുതി കൊടുത്തു, നന്നായിട്ട് വരണം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസംഗം. കാണാതെ പഠിക്കാൻ പറഞ്ഞു. കൊച്ചത് വേണം കാണാതെ പഠിച്ചു മിടിക്കുക. പഠിച്ചു കഴിഞ്ഞപ്പം പപ്പ പറഞ്ഞു, മോളെ നീ പറഞ്ഞേ, ഞാൻ പപ്പ കേൾക്കട്ടെ. അപ്പോൾ കൊച്ചിനോട് പറയിപ്പിക്കുകയാണ്. വീട്ടിൽ നിർത്തി കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ പപ്പ തന്നെ അതിൻ്റെ ആക്ഷനും എല്ലാം പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഏതാ പറയിപ്പിച്ച് നല്ല മിടുക്കിയാക്കി കൊള്ളാം ഇങ്ങനെ പറഞ്ഞോണം. അങ്ങനെ പറഞ്ഞു വിട്ടു. മീറ്റിങ്ങിന് ഇവിടെ സമയമായി, പേര് വിളിച്ചു. ഇവിടെ കയറി വന്ന് മൈക്കിനടുത്തേക്ക് വന്നിട്ട് നല്ല പപ്പ പഠിപ്പിച്ച പോലെ കൃത്യമായിട്ട് ഒരു തെറ്റും വരുന്നത് ഭംഗിയായിട്ട് അങ്ങ് പ്രസംഗിച്ചു.
കൈ കാലും എല്ലാം എടുത്ത് തീപ്പൊരു പ്രസംഗം. പിള്ളേരൊക്കെ കൂട്ടുകാരൊക്കെ ഇത് കൈയടിക്കുക. അധ്യാപകരിങ്ങനെ കണ്ണതിൽ ഒമ്പടി മിടുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം എടുത്ത് വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് എടുക്കുക. വെൽ ഡൺ യാ. അപ്പോഴിങ്ങനെ എല്ലാവരും നടക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഇവള് പറയാ, ഇതേ പപ്പായ എഴുതി തന്ന പ്രസംഗമാ, പപ്പായ എന്നെ പഠിപ്പിച്ചു വിട്ടെ. പപ്പായ എഴുതി തന്നതാ, പപ്പാ പഠിപ്പിച്ചതാ. നോക്കിക്കേ, ഈശോയെ നോക്കിക്കേ. ഈ നിഷ്കളങ്കതയല്ല ഈശോ പറയുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലായിരിക്കും ഇവന് എവിടെ നിന്ന് കിട്ടിയതെല്ലാം. ഈശോ പറയാണ്, ഇതെല്ലാം എനിക്ക് പപ്പാ പറഞ്ഞു തന്നതാ. പപ്പാ പറഞ്ഞു തന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇത് നല്ലപോലെ മനസ്സിൽ കുറിച്ച് വെച്ചേ. വീണ്ടും ഒന്നര പുറകോട്ട് വന്നേ. യോഹന്നാൻ 5:30 സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രമിക്കുന്ന പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ നീതിപൂർവ്വം കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച ഇഷ്ടം അന്വേഷിക്കുന്നത്. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ ശ്രമിക്കുന്ന പോലെ വിധിക്കുന്നു. കമാന്നൊരക്ഷരം എനിക്ക് തോന്നുന്ന പോലെ പറയാൻ പറ്റിയല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പായുടെ സ്വരം കേട്ടോണ്ടിരിക്കുക. സാന്നിധ്യം അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കേൾക്കുന്ന പോലെ മാത്രമാണ് ഞാൻ ഈ പറയുന്ന എല്ലാം. വീണ്ടും യോഹന്നാൻ 5:19-20 യേശു പറഞ്ഞു, സത്യസത്യം ഇവിടെ പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്ന എല്ലാ അപ്രകാരം തന്നെ പുത്രനെ ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്നതെല്ലാം അപ്പ തന്നെ കാണിക്കുന്നു, പിതാവ് കാണിക്കുന്നു. ഈശോ പറയുകയാണ്, ഭൂമിയിൽ ഒരപ്പനും കാണില്ല അങ്ങനെ. കൊച്ചിൻ്റെ മക്കൾ താൻ ചെയ്യുന്ന എല്ലാം കാണിക്കാതെങ്കിൽ അപ്പന് പറ്റുമോ? പറ്റത്തില്ല. ഇവിടെ ഈശോ പറയുകയാണ്, അപ്പ ചെയ്യുന്നതെല്ലാം എന്നെ കാണിക്കുന്നു. എന്നിട്ടോ ഞാൻ ചെയ്യുന്നതെല്ലാം അപ്പ ചെയ്ത് കാണുന്നത് മാത്രമാണ്. ഞാനൊരു പള്ളി വികാരിയായിട്ടായിരിക്കുമ്പോൾ ഞായറാഴ്ച ഇങ്ങനെ രാവിലെ കുർബാന എഴുന്നേൽച്ച് വളർത്താൻ നമ്മൾ ചെയ്യുന്ന പോലെ കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരക്കൂട്ടി പോയിരിക്കും. കുമ്പസാരക്കൂട് ആനവാതിലിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് ആൾക്കാരിങ്ങനെ നേരത്തെ ഓടി വരും, ആരാധന ഉള്ളത് കൊണ്ടും കൂടെ വന്ന് അവർ പള്ളി കയറി കുമ്പിട്ട് ആരാധിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, കുമ്പസാരിക്കാൻ വരും. അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും ഞാൻ ഈ പ്രധാനപള്ളിയിലായിരിക്കുമ്പോഴാണ് ഒരു അമ്മയും മോളും കൂടെ പറഞ്ഞ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ അമ്മയും മോൾ കയറി, മോൾക്ക് ഒരു 3 വയസ്സേ ഉള്ളൂ, പെങ്കൊച്ച അവളെ. അപ്പോൾ ഈ അമ്മ കയറി വരും, കൈക്ക് പിടിച്ചിട്ട് കയറി വരും വണ്ടി ഒന്ന് ഇറങ്ങിയിട്ട്. എന്നിട്ട് ഈ പള്ളിക്കകത്ത് കയറി കഴിയുമ്പോഴേ അമ്മ കൊച്ചിനെ കൈ വിട്ടച്ചിട്ട് അമ്മ സാരിയൊക്കെ ശരിയാക്കിയിട്ട് പൊട്ട് കൊത്തിയിട്ട് ഇങ്ങനെ കുമ്പിട്ട് നെറ്റി കൊണ്ട് നിരത്ത് വെച്ച് ഇങ്ങനെ ആരാധിച്ചിട്ട് നിവർന്ന് നിന്നിട്ട് കുരിശ് വരയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ കുമ്പസാരക്കൂട്ടത്തിൽ കുമ്പസാരിപ്പിക്കുന്ന കൗതുകത്തോടെ നോക്കും. എന്നറിയാമോ, ഈ അമ്മ വന്ന് മുട്ട് കൊത്തി കഴിയുമ്പോണ്ടല്ലോ കൊച്ചമ്മയെ നോക്കിയിട്ട് കൊച്ചു മുട്ട് കൊത്തും. മുട്ട് കൊത്തിയിട്ട് കൊച്ചമ്മയെ നോക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ കുമ്പിട്ട് നെറ്റി കൊണ്ട് നിരത്ത് പൊട്ടിക്കുകയാണ്. ഉടനെ കൊച്ചത് നോക്കിക്കൊണ്ട് നെറ്റി കൊണ്ട് നിരത്ത് പൊട്ടിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കും അമ്മയെ കിടന്നിട്ട്. അപ്പം അമ്മ പൊങ്ങുന്ന കാണുമ്പോൾ കൊച്ചു പൊങ്ങും. എന്നിട്ട് അമ്മയെ നോക്കും. അമ്മ കുരിശ് വരയ്ക്കുന്ന കൊച്ചു ഇങ്ങനെ കുരിശ് വരയ്ക്കും. എന്നിട്ട് പിന്നെ നോക്കും. അമ്മ കൈ വിട്ടുമ്പോൾ കൊച്ചു കൈ വിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങടേക്ക് അമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കും. ഞാനിത് പള്ളി തന്നെ പറഞ്ഞു, ഇങ്ങനെ പള്ളി തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ അപ്പനും അമ്മയും കാണിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒപ്പിയെടുക്കുന്നുണ്ട്. അവിടെ നല്ലപോലെ കാണിച്ചാൽ അത് പക്ഷെ പറഞ്ഞോണ്ടിങ്ങനെ. ഇവിടെ ഈശോ പറയുകയാണ്, എൻ്റെ അപ്പ ചെയ്ത് കാണുന്ന മാത്രമേ എനിക്ക് ഭൂമി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പ എൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനും പറ്റുള്ളൂ. ആ 2 കാര്യം മനസ്സിൽ കുറിച്ച് വെച്ച്. ഇനി മത്തായി 9 വന്നേ. മത്തായി 9 വാക്യം നമുക്കറിയാമല്ലോ. ചുങ്കക്കാരനായ ലേവിയെ ഈശോ വിളിക്കുന്ന രംഗമാണ്. ഈശോ അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ചുങ്കസ്ഥലത്തിരിക്കുന്ന കൊണ്ട് നമുക്കറിയാം, ചുങ്കക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം, റോമാക്കാരുടെ ആൾക്കാർ ചുങ്കം പിരിക്കുന്നു, അന്യായമായിട്ട് പിടിച്ചു പറിക്കുന്നു. അവർക്ക് അധികാരമുണ്ട്, ചോദിക്കാൻ ആരും വരില്ല, പറയാൻ ആളില്ല. അതുകൊണ്ട് അന്യായമായിട്ട് 4 ഇരട്ടി സഖ്യവസമെന്ന് പറയാമല്ലോ, അങ്ങനെ അന്യായമായിട്ട് പിടിച്ചു വാങ്ങിക്കുക. അതുകൊണ്ട് യഹൂദർക്ക് റോമാക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൻ്റെ വെറുപ്പ്, അന്യായമായി പിടിച്ചു പറിക്കുന്നതിൻ്റെ വെറുപ്പ്, അവർ സമ്പത്തുണ്ടാക്കുന്നതിൻ്റെ വെറുപ്പ്, ഇതെല്ലാം അവർ പറഞ്ഞിരുന്ന ചുങ്കക്കാരും പാപികളും ഒരുമിച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള മത്തായി ഇവർ ഒഴിവാക്കും, ചുങ്കക്കാരെ, സഖ്യവൂസം എന്നറിയാം. പക്ഷേ ഈശോ അതിൽ ചെന്നപ്പം ആ ചുങ്കസ്ഥലത്തിനടുത്ത് ചെന്നു മത്തായിയുടെ കൂടെ വരാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, അന്ന് ഒരു വിരുന്നൊരുക്കി മത്തായിയുടെ വീട്ടിലായിരിക്കാം. ഈശോയും പോയി പങ്കെടുക്കുകയാണ്, ശിഷ്യന്മാരും ഉണ്ട്. മത്തായിയുടെ വീട്ടിൽ പോയി പങ്കെടുക്കും, ഭക്ഷണം കഴിക്കുന്നു. ഇത് കാണുന്ന ഫരിസേയർ പിറുപിറുക്കുകയാണ്, ഇവൻ പാപിയുടെ വീട്ടിൽ കയറി താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്താണ് ഈ പരിപാടി? സഖ്യവൂസിൻ്റെ വീട്ടിൽ തന്നെ സംഭവിച്ച് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളതിനു മുമ്പ് പറഞ്ഞ വചനം കണ്ടല്ലോ. ഈശോ പറഞ്ഞില്ലേ, എനിക്ക് സ്വമേധയാ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല, ഞാൻ പിതാവ് ചെയ്ത് കാണുന്ന മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മത്തായിയോട് എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്നത് നസ്രത്തിലെ തച്ചൻ്റെ മകനായ ഗുരു യേശുവാണ് എങ്കിലും സ്വർഗത്തിലെ തമ്പുരാനാണ്, സ്വർഗത്തിലെ ദൈവമാണ് മത്തായിയോട് പറഞ്ഞത് എൻ്റെ കൂടെ വരാൻ. ഈശോ പറയുന്നുണ്ട്,
എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ എന്ത് പറയണമെന്ന് എന്നെ പിതാവ് കൽപ്പന തന്നിരിക്കുക. അപ്പം ഈ കെട്ട, ആർക്കും വേണ്ടാത്ത വൃത്തികെട്ട മത്തായിയുടെ കൂടിനടുത്ത് ചെന്നിട്ട് എൻ്റെ കൂടെ വാ എന്ന് ഈശോ എന്ന റബി പറഞ്ഞെങ്കിൽ അത് ഈശോയല്ല ആണ്. പക്ഷെ അതിനപ്പുറം സ്വർഗത്തിലെ ദൈവമാണ് ഈ പറയുന്നത്. ഇനി അങ്ങയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. ഈശോ പറഞ്ഞു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വീണ്ടും പറഞ്ഞ് നമ്മൾ കണ്ടതാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പം ഈ മത്തായിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് നസ്രത്തിലെ ഈശോയാണെന്ന് പറയുമ്പോഴും സ്വർഗത്തിലെ തമ്പുരാനായി പോയിരിക്കുന്നത്. അവിടെ പരിസരം പിറുപിറുക്കുക. അപ്പോൾ ഒരു മറുപടി, ചുട്ട മറുപടി ഈശോ കൊടുക്കുകയാണ്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. ഞാൻ വന്ന് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. നോക്കിക്കേ, പാപികളെ തേടി ഞാൻ വന്ന്. നമ്മൾ ഒത്തിരി പ്രസംഗിക്കാറുണ്ട്, എന്നിട്ട് നമ്മൾ മറുവശത്ത് പാപം ചെയ്ത് ദൈവം ശിക്ഷിക്കുമെന്നും പറയുന്നു. നമ്മളിതിനെ ചിന്തിക്കുക, പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ല. ഇവിടെ വചനം ഈശോ പഠിപ്പിക്കുകയാണ്, ഞാൻ പാപികളെ വിളിക്കാനാ വന്നത്, ഞാൻ പാപികളെ തേടിയാ വന്നത്, നീതിമാന്മാരെ തേടിയ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ മത്തായിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാപ്പിൽ പോയി ഒരു വികാരിച്ചം പോയിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഷാപ്പിൽ പോയി വികാരിച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും? സ്വർഗത്തിലെ തമ്പുരാൻ ഈ ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതാണ് സ്വർഗത്തിലെ വികാരിച്ചൻ. ആർക്കും വേണ്ട, ആരും കയറിയല്ലാത്തത്. സക്കവസന് വീട്ടിൽ പോയി ഇത് തന്നെ സംഭവിച്ചു. എന്നിട്ട് പറയും, ഞാൻ രോഗിയെ തേടിയാ വന്ന്, ആരോഗ്യമുള്ളവരെ തേടിയല്ല. അതിൻ്റെ ആഴം എന്താ? ഫ്രണ്ട്സ് പറപ്പം ഒരിക്കൽ പറഞ്ഞില്ലേ, സഭ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ആശുപത്രിയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആശുപത്രിയാണ് സഭ ഈ ഭൂമിയിൽ. പരിക്കേറ്റവർക്ക് ചികിത്സ കൊടുക്കാൻ, അവരെ സഹായിക്കാൻ, പരിചരിക്കാൻ, അഴുക്കുകളും തറഞ്ഞു കയറി കുപ്പിച്ചില്ലും മുള്ളും അമ്പും എല്ലാം എടുത്തു കളഞ്ഞ് കുമ്പസാരം ശക്തിപ്പെടുത്തി, അങ്ങനെ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ആശുപത്രിയാണ്. അത് ഈ വചനം അടിക്കിടക്കുന്നത്. ഞാൻ വന്ന് രോഗികളെ തേടിയ, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്തുമാത്രം രോഗാവസ്ഥ കഠിനമാണോ അതനുസരിച്ച് ഡോക്ടറെ കാണാൻ അവകാശം കൂടുതലാണ്. ഒരു മലമ്പ്രദേശത്ത്, ഞാൻ ചുമരപ്പെട്ട ഉദാഹരണം പറയാം, ഒരു മലമ്പ്രദേശത്ത് ഹൈ റേഞ്ചിലോ ഒരു നാട്, അവിടെ ഒരു പയ്യൻ മരത്തേക്ക് ഒരു താഴെ വീട് നാട്ടിലെല്ലാം പൊട്ടി ഒടിഞ്ഞ് അവശതയിൽ കോട്ടയം പഠിച്ചുകൊണ്ടാന്ന് വിചാരിക്കും. ആ നാട് മുഴുവൻ വല്ലാണ്ട് ഞെരുങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പയ്യനായിരുന്നു. എന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയുണ്ട് അന്വേഷിച്ചിരിക്കുക. അപ്പോൾ ഒരു മത്തായി ചേട്ടനുണ്ട്, പുറത്തോട്ട് പോയിട്ടില്ല, വിദ്യാഭ്യാസം, പക്ഷേ ഇവരെ വലിയ ഇഷ്ടമാണ്, അയൽവക്കത്തെയാണ്, എന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടു, പയ്യൻ തിരിച്ചു വരികയല്ല, പോക്കാം, കഷ്ടപ്പെടുകയല്ല. മത്തായി ചേട്ടൻ്റെ ആഗ്രഹം, എങ്ങിക്കോ കൊച്ചിനെ ഒന്ന് കാണണം. ജോണിക്കുട്ടി അവൻ്റെ പേര്. ജോണിക്കുട്ടി എനിക്കൊന്ന് കാണണം, എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് ഒന്ന് കാണണം. ഒരു ദിവസം രാവിലെ ഫസ്റ്റ് വെളുപ്പിനെ ഉള്ള ബസ്സിന് കയറി ഹൈ റേഞ്ചിൽ നിന്ന് പോരുകയാണ്. ഏറ്റുമാനൂർ വന്നിറങ്ങി അടുത്ത ബസ് കയറി കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. ആദ്യം വരുന്നതാണ്, മെഡിക്കൽ കോളേജിലുണ്ടെന്നറിഞ്ഞു ജോണിക്കുട്ടി. അവിടെ വന്നപ്പോൾ ഉണ്ട് ബഹുനില കെട്ടിടങ്ങൾ, ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ. ആദ്യം കണ്ട കെട്ടിടത്തിൻ്റെ ആദ്യം കണ്ട വാതിക്കലേക്ക് ചെന്നു. അവിടെ ചെന്ന് കയറാൻ തുടങ്ങിയപ്പം സെക്യൂരിറ്റിക്കാരൻ പറയും, എങ്ങോട്ടാ കയറുന്നവരെ പോകാൻ ചോദിച്ചു. ജോണിക്കുട്ടിയെ കാണാൻ വന്നാന്ന് പറഞ്ഞു. ജോണിക്കുട്ടിയോ? എവിടെ? ഏത് വാർഡിലാ? ആശുപത്രിയില്ല, മെഡിക്കൽ കോളേജില്ല. ഏത് വാർഡിലാ? അറിയത്തില്ല. പാസ്സുണ്ടോ? ഇല്ല. മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെ സാറ് മാറി നിൽക്കാൻ പറഞ്ഞു. പാസ്സല്ലേ, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കുറേ നേരം നോക്കി നിന്നിട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് നടന്നു, മുറ്റത്ത് നടക്കുക. അപ്പുറത്ത് തന്നെ അപ്പുറത്ത് വേറൊരു വാതിൽ കണ്ടു, അങ്ങോട്ട് ചെന്നു. കാരണം അവിടെ സെക്യൂരിറ്റിക്കാരുണ്ട്. അങ്ങനെ എങ്ങോട്ട് പോകാറുന്നവരെ? ജോണിക്കുട്ടിയെ കാണാൻ വന്നാ. ജോണിക്കുട്ടിയോ? ആര്? ഏത് വാർഡില്ല? പാസ്സുണ്ടോ? പാസ് കാണിച്ചേ. പാസ്സില്ല, മാറി നിൽക്കാൻ പറഞ്ഞു. അവിടെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മാറി കറങ്ങി അപ്പുറത്ത് ഇറപ്പുണ്ട് വേറൊരു ഘട്ടത്തിന്, അവിടെയുണ്ട് വേറൊരു വാതിൽ. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഇതുവരെ സെക്യൂരിറ്റിക്കാർ. ഇങ്ങനെ കറങ്ങി ചുറ്റോടി ചുറ്റും കുറേ മണിക്കൂറുകളായി. ഉച്ചയായി, മടുത്തു, വിശപ്പും ദാഹവും അരിശവും സങ്കടവും എല്ലാം വന്നിട്ട് അവസാനം മത്താച്ചേട്ടൻ മടക്കി കുത്തി രണ്ട് തെറിയും പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെയൊക്കെ ഒരു ആശുപത്രി എന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി അടുത്ത ബസ്സിന് കയറി ഏറ്റുമാനൂർ വന്നിറങ്ങി ഇങ്ങോട്ട് മലബാറിന് ഹൈറേഞ്ചിന് ബസ് നോക്കി നിൽക്കുമ്പം വിചാരിക്കും ഒരു കാറ് വന്നിടിച്ചു, മറിഞ്ഞു വീണു, ബോധമില്ല. കാറുകാരോ അടുത്ത ആൾക്കാരോ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വിട്ടു പോവുക. എങ്ങോട്ടാണ്? മെഡിക്കൽ കോളേജിലേക്ക്. പകുതി വഴിയായപ്പോൾ മത്താച്ചേട്ടൻ്റെ ബോധം നിറഞ്ഞപ്പോൾ ചോര. അയ്യോ ഇതെന്നാ ചോര, ഇതെന്നാ, എനിക്ക് എന്നാ പറ്റി? അല്ലോ ചേട്ടാ പേടിക്കണ്ട, ഒന്നും പറ്റില്ല, കുഴപ്പമില്ല. പിന്നെ എന്നാ ഇങ്ങനെ? അത് വണ്ടി തട്ടി. അയ്യോ വണ്ടി തട്ടിയോ? ഇത് ചോര വരും. പേടിക്കണ്ട ചേട്ടാ, ഒരു കുഴപ്പമില്ല, ഇപ്പം നമ്മൾ ആശുപത്രിയിൽ പോവാ. എങ്ങോട്ടാ പോകുന്നത്? മെഡിക്കൽ കോളേജിൽ പോവാം. പേടിക്കണ്ട ചേട്ടാ. മെഡിക്കൽ കോളേജിലേക്കോ? അങ്ങോട്ട് പോകണ്ട. അതെന്നാ അങ്ങോട്ട് പോകണ്ട? കയറ്റിയല്ലെന്നേ, ഞാൻ രാവിലെ പോയതല്ലേ, കയറ്റിയല്ല, അങ്ങോട്ട് പോകണ്ട. ചേട്ടൻ മിണ്ടാതിരിക്കുക ചേട്ടാ, അങ്ങോട്ട്
പോകണ്ട, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ട് ഞാനവിടെ പോയിട്ട് പറയുന്നത് കയറ്റുകയല്ല, വെറുതെ പോകുന്നതാ. ആ ചേട്ടൻ മിണ്ടായിരിക്കും എന്നാ ഇപ്പം കാണാം. ചേട്ടൻ ഇങ്ങനെ ചോരയെ കുറിച്ച് കിടന്നോണ്ട് നോക്കുകയാണ്. നോക്കി വന്നപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി കയറുകയാണ്. ഇപ്പം കാണാം നോക്കിക്കോ. ചെന്ന് വണ്ടി നിർത്തിയപ്പോൾ ചേട്ടൻ കിടന്ന് നോക്കിങ്ങനെ സെക്യൂരിറ്റിക്കാരൻ ആദ്യം തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം കാണാം. ചേട്ടൻ നോക്കുവാണെന്ന് എന്നതാ. സെക്യൂരിറ്റിക്കാരൻ ഇത് കണ്ടപ്പോഴേ, ചോരയെ കുറിച്ച് ആളിനെ കണ്ടപ്പോഴേ ഓടി വാതിൽ മുഴുവൻ തുറന്നിട്ട് സ്ട്രെച്ചർ എടുത്തോണ്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നു. താങ്ങി പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോവുക. മത്തായി ചേട്ടൻ വാ പൊളിക്കുക. എന്താ കാര്യം? ആശുപത്രി ഉണ്ടാക്കിയിരിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു ജലദോഷവും തുമ്മലുമായിട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണാൻ പോയി അംഗീകരിക്കും. എത്ര നേരം പോയി കാത്തിരുന്നാൽ അവിടെ കാണാൻ പറ്റുക? അന്നേരം ഒരു കാത്തിരിപ്പും വേണ്ട, ഒരു പാസും വേണ്ട, ഒരു ചീട്ട് വിടക്കണ്ട, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട. നേരെ ചെല്ലുമ്പോഴേ സകല വാതിൽ തുറന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എപ്പോഴാണ്? അത്യാസന്ന അവസ്ഥ, അപകടമുണ്ടായിട്ട് സൈറൻ അടിച്ച് ആംബുലൻസ് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, പാതിരാത്രി ആണെങ്കിൽ പോലും ക്വാർട്ടേഴ്സ് ഉറയെ കിടക്കുന്ന ഡോക്ടർമാരെ പോലും വിളിച്ചു വരുത്തി ഇവിടെ നിർത്തി കഴിഞ്ഞിരിക്കും. ഒന്നും അറിയണ്ട, ഫ്രീ എൻട്രിയാണ്. ഈശോ പറയുന്ന വാക്ക് മനസ്സിലാക്കിക്കുക, രോഗിക്ക് ആ വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗി ജിമ്മിൽ പോകുന്ന മസിൽ ഉണ്ടാക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഡോക്ടർ സമയം ചെലവഴിക്കുന്നത്. രോഗാവസ്ഥകൾ, എത്ര രോഗാവസ്ഥ അത്യാസന്നമാണോ അതനുസരിച്ച് ആശുപത്രി ഫ്രീ ആയിട്ട്, കാരണം അവകാശം കൂടുതലാണ്. ഇതന്നെയല്ലേ ഭവിഷ്യന വഴി ഈശോ നമ്മൾ പറഞ്ഞത്, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയ്ക്ക് പറയാം ഏറ്റവും അവകാശം. ഇത് നമുക്കൊന്ന് തിരിയാനുണ്ട്. അപ്പം നമ്മൾ വല്ലാത്തൊരു പാപാവസ്ഥയിലാണെങ്കിൽ നമുക്കാണ് ഈശ്വര പക്കൽ അവകാശം കൂടുതൽ. ലൂക്ക 15 നമുക്ക് നല്ലപോലെ അറിയാവുന്ന വചനഭാഗമല്ല, അതിൻ്റെ ആദ്യ ഭാഗം എടുത്ത് നോക്കിയേ. ലൂക്ക 15 1-2 വാക്യം നോക്കിക്കേ. അവിടെ നമ്മൾ കാണുകയാണ്, അനേകം ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്ക് കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ മത്തായിയുടെ വീട്ടിൽ അതേ രംഗം തന്നെയാണ്, മത്തായിയുടെ വീട്ടിൽ അതേ സംഭവം തന്നെയാണ്. ആൾക്കാർ വെറുതെറുക്കാണ്. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നമുക്കറിയാമല്ലോ, 100 ആടിൻ്റെ ഉപമയാണ്. നിങ്ങൾ ആരാ 100 ആടുണ്ടാക്കി ഒന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടു കിട്ടുവോളം. ഇവിടെ ചില വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഈശോ പറയുന്ന വാക്ക് ഓർമ്മിച്ചോണം. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാൻ പറ്റുകയില്ല. ഞാൻ എന്തു പറയണം പഠിപ്പിക്കണമെന്ന് നനച്ച പിതാവ് കൽപ്പന തന്നിരിക്കുകയാണ്. അപ്പം ഈ ഉപമ പറയുന്നത് ഈശോയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം എങ്ങനെ ചിന്തിക്കുന്നത്, ദൈവം ആരാ എന്ന് ഈ ഉപമ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? കണ്ടു കിട്ടുവോളം. ആ വാക്ക് തന്നെയാണ് വീണ്ടും 8-ാം വാക്യത്തിൽ കാണുന്ന നമുക്കറിയാം. നാണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കണ്ടു കിട്ടുവോളം നമ്മുടെ മനസ്സിൽ പതിയണം. നമ്മൾ ഒരു വ്യക്തി പാപത്തിൽപ്പെട്ട് അകന്നു പോകുമ്പോൾ ദൈവ വ്യക്തിയെ നോക്കുന്നത് തിരിച്ച് കിട്ടാതെ പറ്റത്തില്ല എന്ന മനോഭാവത്തിലാണ്. തിരിച്ച് കിട്ടാതെ പറ്റത്തില്ല, കണ്ടു കിട്ടുവോളോന്ന. എത്ര ദിവസം എന്നല്ല, എത്ര മൈല് വരുമെന്നുള്ള, എത്ര മണിക്കൂർ കാത്തിരിക്കും എന്നുള്ളതല്ല, കണ്ടു കിട്ടാതെ പറ്റത്തില്ല. നമ്മളൊരാൾ പാപത്തിൽ പെടുമ്പോൾ തമ്പരൻ്റെ ഉള്ള അങ്ങനെയാണ്. വീണ്ടും ആ സന്തോഷത്തിൻ്റെ വാക്ക് നോക്കിക്കുക. 5-ാം വാക്യത്തിൽ കണ്ടു കിട്ടുമ്പോൾ സന്തോഷിച്ച്. 6-ാം വാക്യത്തിൽ നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. വീണ്ടും 7-ാം വാക്യത്തിലും ഇതുപോലെ അനുദപിക്കുന്ന ഒരു പാപിക്ക് സന്തോഷമുണ്ടാകും. 3 പ്രാവശ്യം സന്തോഷം എന്ന വാക്ക് അവിടെ വരികയാണ്. ഈ 3 പ്രാവശ്യം സന്തോഷത്തിന് വാക്ക് വരുന്നത് നസ്രത്തിലെ ഈശോ എന്ന റബ്ബിയുടെ മാത്രം വാക്കല്ല. ഈശോ പറഞ്ഞ കണ്ട് എനിക്ക് സ്വമേധയാ ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവം ആരാണെന്ന് അറിഞ്ഞേ, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അവിടെ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഈശോ വന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കാണിച്ചതാ, എന്നെ കണ്ടാൽ മതി ഫിലിപ്പോസേ, എന്നെ കേട്ടാൽ മതി. ഇത് പിതാവ് തന്നെയാ സ്വർഗത്തിൽ ദൈവമായി പറയുന്നത്. അപ്പൊ ഈ സന്തോഷിച്ചെന്നുള്ള വാക്ക് 3 പ്രാവശ്യം ഇവിടെ ഉണ്ടെങ്കിലും 3 പ്രാവശ്യം സ്വർഗത്തിൽ തമ്പരം തന്നെ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഉപമയിലും 2 പ്രാവശ്യം പറയാ. 9-ാം വാക്യത്തിലും 10-ലും സന്തോഷിക്കുവിൻ. 10-ല് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. 2 പ്രാവശ്യം അവിടെ. ഇനി തൂർത്തത്തിന് ഉപയോഗിക്ക് വരുമ്പോഴോ 24-ാം വാക്യം നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി 2 പ്രാവശ്യം. വീണ്ടും 31, 32-ാം വാക്യം കണ്ടോ, മൂത്തവർ സംസാരിക്കുമ്പം ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഈ ആഹ്ലാദം, ആനന്ദം, സന്തോഷം, ഇങ്ങനെ ഈ 3 ഉപമകളിൽ ആവർത്തിച്ച് വരുന്നു. നമ്മൾ വ്യാഖ്യാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കാണാൻ മേലെ, ഒരു വാക്ക് റിപ്പീറ്റഡ്ലി ഉപയോഗിക്കുമ്പം അതിന് ഗൗരവം കൂടുതലുണ്ട്, അതിന് ആധികാരികത കൂടുതലുണ്ട്. 3 ഉപമയിലും ഒരേ വാക്ക് റിപ്പീറ്റഡ് ഉപയോഗിക്കുമ്പം അത് സ്വർഗത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന വികാരമാണ്, സന്തോഷം. അതിന് മറുവശം എന്നതാ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ സങ്കടമുണ്ടാകും, സ്വർഗത്തിൽ വേദനയുണ്ടാകും, സ്വർഗത്തിൽ നൊമ്പരമുണ്ടാകും. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞ് ശരിയാണെങ്കിൽ, അനുദപിക്കാത്ത പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വേദനയുണ്ടാകും. ഇവിടെ പറയുന്നത് കണ്ടു കിട്ടുമ്പോളം തേടി പോകുന്നു. കണ്ടു കിട്ടുമ്പോൾ തോളിലേറ്റുന്നു. തോളിലേറ്റുന്ന എവിടെ വെച്ചാ? കാണാതെ പോയ ആടിനെ തേടി പോകുന്ന ഇടയൻ ആടിനെ തോളിലേറ്റുന്ന എവിടെ വെച്ചാ?
ഈ ആട് ഏത് കുഴിക്കകത്ത് മുള്ളിനകത്ത് ചപ്പിനകത്ത് പോയി ഇറങ്ങിയോ അവിടെ വെച്ചാ. ഇത് ആടിൻ്റെ കാര്യമല്ലല്ലോ പഠിപ്പിക്കുന്നത്, മനുഷ്യമക്കളുടെ കാര്യമല്ലേ. നമ്മൾ ഒരാളൊരു പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ, പാപത്തിൻ്റെ വഴിയെ നീങ്ങുമ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തമ്പുരാൻ കൂടെ വരുന്നു എന്നല്ലേ അർത്ഥം. ലൂക്ക 24 അമ്മാവസരിക്കാണ്ട് ശിഷ്യന്മാർ ഇട്ടിട്ട് പോകുന്നു, ജലസിനെ ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ രാവിലെ വെളുപ്പിനെ കലറ തുറന്നു കിടക്കുന്ന കണ്ട് മറിയമ്മദ്രനെ വെളുക്കുന്നതിന് മുമ്പ് കലറെ പോയതാ. ഓടി വന്ന് പറഞ്ഞ് കണ്ട തുറന്നു കിടക്കുക, മൃതശരീരമില്ല. പത്രോസ് യോഹന്നാൻ ഓടിപ്പോയി കണ്ട് തിരിച്ചു വന്ന് വിവരം പറഞ്ഞു. ഇതെല്ലാം രാവിലെ ഒരു 7 മണിക്ക് മുമ്പ് സംഭവം നടന്നു. ഇതറിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങിയതാ, കളയപ്പസും കൂട്ടുകാരനും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാവിലെ ഇറങ്ങി നടക്കുക, മടുത്തു, ഇനി ഇവിടെ ഇല്ല, ജെറുസലേം ഉപേക്ഷിച്ച് പോവുക, സ്വന്തം വീട്ടിലേക്ക് പോയേക്കാം, പഴയ പണിക്ക് പോയേക്കാം. അങ്ങനെ പോകുമ്പോൾ ഒരാൾ കൂടെ നടക്കുന്നു. ആരാ? കർത്താവ്. എത്ര നേരം നടന്നു? വൈകുന്നേരം വരെ നടന്നു. ഒന്ന് ഓർത്തേ, വൈകുന്നേരം വരെ ഈ വെയിലും കൊണ്ട് പൊടി പിടിച്ച വഴിയിലൂടെ ഇങ്ങനെ ഈശോയ്ക്ക് നടക്കേണ്ട എന്ത് കാര്യമുള്ളത്? എമ്മാവൂസിൽ പോയി ആരെ കാണാൻ പോവും? അമ്മായി ഉണ്ടോ, അങ്കിളുണ്ടോ? അവിടെ ഒരു സാധനം മേടിക്കാൻ പോവുകയാണോ? ആരെ കാണാൻ കർത്താവ് അങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല. ഈ 2 പേര് വഴി തെറ്റി നിരാശപ്പെട്ടിട്ടിട്ട് പോകുന്നു. അവരെ തിരിച്ച് കിട്ടുവോളം കൂടെ നടക്കുന്ന തമ്പുരാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബോധ്യം കൊടുക്കുന്നിടം വരെയും കൂടെ നടക്കുന്ന ദൈവം. അപ്പം നമ്മൾ ഒരാൾ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി വ്യഭിചാരിണിയുടെ പെരയ്ക്കകത്തോട്ട് തപ്പിക്കയറി പോയാൽ തമ്പുരാൻ കൂടെ വരും. ആ കൂടെ തമ്പുരാൻ വരും, കണ്ടു കിട്ടുവോളം തേടി കൂടെ വരും. ആരും കാണാൻ പെരയ്ക്കകത്ത് കയറി പതുപ്പിൻ്റെ കീഴേ കയറി പൊർണോഗ്രഫിയിൽ മുഴുകുമ്പോൾ മഷ്ടവേഷം ചെയ്യാനായിട്ട് അങ്ങനെ നീങ്ങുമ്പോൾ ആ കൂടെ തമ്പുരാനുണ്ട്. കുറ്റപ്പെടുത്താനല്ല, പഴിക്കാനല്ല, വെറുക്കാനല്ല. പാപം ചെയ്താൽ വെറുക്കും ശിക്ഷിക്കുമെന്ന് ആര് പറഞ്ഞു? ഈശോ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഈശോ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. നമ്മളപ്പുറത്ത് കണ്ടില്ലേ, യോഹന്നാൻ 12:47, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. എൻ്റെ വാക്ക് കേൾക്കുന്നവന് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. ആദത്തോട് തമ്മിൽ ഒരു വാക്ക് പറഞ്ഞാൽ മരത്തിൻ്റെ പഴം തിന്നരുത്. അതൊരു പാലിച്ചില്ല. അന്ന് വൈകുന്നേരം ദൈവമാകർ തോട്ടത്തിലേക്ക് വരിക. എന്തിനാ വരുന്നത്? തല്ലാൻ വേണ്ടിയാണ് വരുന്നത്? അല്ല, അവർ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് അവർ ഓടിയത്. തമ്പുരാൻ വരുന്ന മക്കളെ എന്നാ പറ്റി എന്ന് ഓർത്തോണ്ടാ വിളിച്ചോണ്ടാ വരുന്നത്. ദൈവത്തിന് നമ്മൾ എത്ര പാപം ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹം കുറയുകയല്ല. ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. നമ്മൾ എത്ര പാപം ചെയ്താലും ദൈവത്തിൻ്റെ സ്നേഹം 1 മില്ലിമീറ്റർ പോലും കുറയത്തില്ല. ദൈവസ്നേഹത്തിൻ്റെ നിറവാണ്. ദൈവത്തിൻ്റെ സ്നേഹം ശകലമെങ്കിലും കുറഞ്ഞാൽ, താത്വികമായിട്ട് പറഞ്ഞാൽ ദൈവം അല്ലെന്നാവും. ദൈവത്തിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും അകൽച്ച കയറിയാൽ, നീരസം കയറിയാൽ, വെറുപ്പ് കയറിയാൽ, ആരോടെങ്കിലും സ്നേഹം കുറഞ്ഞാൽ ദൈവത്തിൻ്റെ പൂർണ്ണത കുറയുന്നത്. ദൈവം അല്ലെന്നാകും. മറുവശം, നമ്മൾ എത്ര പുണ്യം ചെയ്താൽ ദൈവത്തിൻ്റെ സ്നേഹം കൂടുകയില്ല. നമ്മൾ പുണ്യം ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹം കൂടുകയല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും കൂടാൻ പറ്റുന്നുണ്ട്. താത്വികമായിട്ട് പറയുമ്പോൾ ദൈവം ഇപ്പോൾ പൂർണ്ണനല്ല, ഇനിയും കൂടാനുള്ള ഉണ്ട്. അത് പറയാൻ പറ്റും. അങ്ങനെയല്ല, താത്വികമായിട്ട് അത് നിലനിൽക്കാൻ നമുക്കറിയാം. പിന്നെ എന്താ പുണ്യ പാപം വ്യത്യാസം? ദൈവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നു? ദൈവത്തിന് മാറ്റമൊന്നുമില്ല. പാപം ചെയ്യുമ്പം ദൈവത്തിൻ്റെ സ്നേഹം മുറിയുകയാണ്, വേദനിക്കുകയാണ്. നമ്മൾ പുണ്യം ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ സ്നേഹം ആനന്ദം കൊണ്ട് തിളങ്ങുകയാണ്. അവിടെയേ ഉള്ളു മാറ്റം. ആ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല. അപ്പം മുറിയുന്ന സ്നേഹത്തിനാണോ തിളങ്ങുന്ന സ്നേഹത്തിനാണോ കരുത്ത് കൂടുതൽ? ഒരമ്മ കൊച്ചുങ്ങളെയും കൊണ്ട് വഴിയെ പോവുക. അമ്മ സാധനം മേടിക്കാൻ വേണ്ടി ഇപ്പുറത്തോട്ട് തിരിഞ്ഞു നിന്നപ്പം, തട്ടുകട തിരിഞ്ഞു നിന്നപ്പം കൊച്ച് പന്ത് തട്ടിയപ്പം പന്ത് റോഡിലേക്ക് ഉരുണ്ടുപോയി. പന്തിന് വരെ കൊച്ചോടിയപ്പോൾ ഒരു ലോറി പാഞ്ഞു വരികയാണ്, ബസ് പാഞ്ഞു വരികയാണ്. കൊച്ചു തെറ്റ് മറിഞ്ഞു വീണു. ലോറി വന്നു പെട്ടെന്ന് മോളിൽ കയറി അങ്ങ് പോയി. അമ്മ തിരിഞ്ഞ് നോക്കിയപ്പോൾ കൊച്ചോടി ചെല്ലുന്നു, മറിഞ്ഞു വീഴുന്നു, ലോറി പാഞ്ഞു വരുന്നു. അമ്മ കാറിക്കൊണ്ട് ഓടി വഴിക്കില്ല, ലോറി വന്ന് കയറി അങ്ങ് പോയി. പക്ഷെ വീല് കയറിയില്ല. അമ്മ ചങ്ക് താറുന്ന കൊച്ചേ മോനേന്ന് കാറി കഴിയുമ്പോൾ ലോറി അങ്ങ് പാഞ്ഞു പോയി. അമ്മ നോക്കുമ്പോണ്ട് കൊച്ചെ എണീറ്റ് വരും. ഓടിച്ചിരുന്ന അമ്മ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് മുത്തുകയാണ്. ആ കെട്ടിപ്പിടുത്തവും മുത്തവും എത്ര തീവ്രമായിരിക്കും. തലയാഴ്ച കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് മുറിച്ചിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് മുത്തിയതാണ്. ആ കെട്ടിപ്പിടുത്തവും മുത്തരും ഇപ്പോഴത്തെ കെട്ടിപ്പിടുത്തവും മുത്തരും തമ്മിൽ വ്യത്യാസമുണ്ട്. തൂർത്തപുത്രൻ്റെ ചേട്ടനെ അപ്പൻ എന്നും കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ തൂർത്ത് തിരിച്ചു വരുമ്പം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ വാക്കുകൾ എണ്ണി ഉപമയെ പറയുമ്പോൾ നമ്മൾ വായിക്കുമ്പം ഓർക്കണം, നസ്രത്തിലെ ഈശോയുടെ വായുന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തെ തമ്പുരാൻ പറഞ്ഞ വാക്കുകളാണ്. അപ്പം നമ്മൾ എന്നിട്ട് ഇവിടെ പ്രതീക്ഷ പറഞ്ഞില്ലേ, ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പൊ വീണ്ടും കിട്ടിയിരിക്കും. 24-ാം വാക്യം ലൂക്ക 15. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പൊ വീണ്ടും കിട്ടി.
മരിച്ചവൻ മൃതനായിരുന്നു, ജീവിക്കുന്നു. കൊച്ചു ബസ്സിന്റെ കീഴെ പോയപ്പോ അമ്മ ഓർത്തു, നഷ്ടപ്പെട്ടു, അരിഞ്ഞു പോയി എന്ന് ഓർത്തു. പിന്നെ കിട്ടിക്കഴിഞ്ഞപ്പം അമ്മയുടെ ആവേശം. തമ്പുരാന്റെ ഈ സ്നേഹം, ഈ സ്വഭാവം നമ്മളൊന്ന് അനുഭവിക്കണം. നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ ഒരിക്കലും തമ്പുരാൻ നമ്മളുടെ നേർക്ക് സ്നേഹം കുറഞ്ഞ നോക്കുന്നേയില്ല. അവിടെ സ്നേഹം മുറിഞ്ഞിട്ട് നോക്കുകയാണ്, വേദനിച്ചിട്ട് നോക്കുക. അതിലെ ഒന്നിനെ കാണാതെ പോയ 99 മലയിലിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോകും. 3-4 പിള്ളേരുള്ള വീട്ടിൽ ഓടിക്കളി സാറ്റ് കളിക്കുക. വൈകുന്നേരം കളരും പോലീസും ഒളിച്ചണ്ടിക്കും. ഒരു കൊച്ചു ഉരുണ്ട് വീണ് കാലൊടിഞ്ഞു. കൊച്ചു കിടന്ന് കാറുകയാണ്, മുറ്റത്ത് കിടക്കുന്നു. അപ്പനും അമ്മ എന്നാ ചെയ്യും? ഓടി വന്ന് കൊച്ചിനെ പൊക്കിയെടുത്ത് എണ്ണ കിടത്തിയിട്ട് വേഗം വാ, നമുക്ക് കളിക്കാം, കളിച്ചോണ്ടിരിക്കാം, കളി പൂർത്തിയാക്കാം. ആവേശം ആണോ? അല്ല. ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകും. രാത്രിയാകുമ്പോൾ ആശുപത്രി വിളിച്ച് പറയുകയാണ്, മോളെ വീട്ടോട് പറയാണ്, ബാക്കി കുഞ്ഞുങ്ങൾ വീട്ടിൽ ഓപ്പറേഷൻ വേണം, കാലൊടിഞ്ഞ്, ഇപ്പോൾ രാത്രി ഓപ്പറേഷൻ ആണ്, അപ്പം അമ്മ വരികയല്ല, നിങ്ങൾ കഥ കടച്ച് അകത്ത് കയറിക്കൂ. അപ്പം വീട്ടിലെ പിള്ളേർ പറയാണ്, അപ്പം ചോറില്ലല്ലോ, അത്താഴത്ത് എന്നാ കഴിക്കും? അപ്പം ആശുപത്രി പറയും, അത് ഉച്ചയ്ക്ക് തന്നെ ബാക്കിയുണ്ടെന്ന് നോക്കിയാൽ ശകലം ചോറ്, അത് മതി, അമ്മ കറിയൊന്നുമില്ല, അത് ഉള്ള കറി മതി, അച്ചാറ് വല്ലതുകൊണ്ട് കഴിക്കുക, അത് മതി, കഥ കടച്ചോ, പുറത്തിറങ്ങിയ കാര്യം നടത്തേണ്ടത്. അങ്ങനെ ഈ പിള്ളേരെ അവിടെ പഞ്ഞ വിട്ടേച്ചിട്ട് പരിക്കേറ്റ കൊച്ചിൻ്റെ അടുത്ത് അപ്പരമ്മ ഇരിക്കും. നമുക്കറിയാം, ഇതാ 99 ഇട്ടിട്ട്. അപ്പം നമ്മളൊരു വ്യക്തി പാപം ചെയ്യുമ്പോൾ തമ്പുരാൻ നമ്മളെ തല്ലാൻ വേണ്ടി വരികയല്ല. ആദർവാൻ സ്വീകരിച്ച കൊച്ച്, തൻ്റെ മുടി വലിച്ചു പറിച്ച കൊച്ച് അനിയനിട്ട് തൊഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ഈശോ ഇറങ്ങിപ്പോയി. ശുദ്ധ നോണ, ശുദ്ധ കള്ളമാണത്, സാത്താൻ്റെ വാക്കുകളാണത്. പാപം ചെയ്ത ദൈവം ഇറങ്ങിപ്പോകുന്ന ആര് പറഞ്ഞു? ഈശോ പറഞ്ഞിട്ടില്ല. പാപം ചെയ്ത ഉപേക്ഷിക്കുന്ന ആര് പറഞ്ഞു? പാപം ചെയ്യുമ്പോൾ ദൈവദർശനം കുറയുന്ന ആര് പറഞ്ഞു? നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരു പാപം ഒന്നുമില്ലാതെ പ്രാർത്ഥനയെല്ലാം ചെയ്ത് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരെ വന്ന് കയറാൻ തലപ്പൊക്കം കൂടുതലാണ്. എന്തെങ്കിലും കുരുത്തക്കേടുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി, നമ്മൾ തീർന്നു. സാത്താൻ്റെ തട്ടിപ്പാണ്. നമ്മൾ കണ്ടില്ലേ CCC പറയുന്നത്, ആദ്യത്തെ പാപത്തോടെ വികലമായ ഒരു ധാരണ നമ്മുടെ സാത്താൻ കയറ്റി. ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി. ദൈവത്തെ എന്തിനു ഭയപ്പെടണം? അവിടെ സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹം തന്നെയാണ്. എത്ര പാപം ചെയ്താലും പത്രോസ് വെച്ചു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ ഒരു ദിവസം? ഈശോ പറഞ്ഞു 7 70 490. അങ്ങനെ ചെയ്യണമെന്ന് പത്രോസിന് ഈശോ പറഞ്ഞെങ്കിൽ തമ്പുരാൻ, അത് സ്വർഗത്തിൽ തമ്പുരാനെ പറയുന്നത് 490 770 എടുത്ത വയല് ഈശോ എന്ന് റബി പറയുമ്പം ഈശോ അല്ല, സ്വർഗത്തിൽ തമ്പുരാനെ. വീണ്ടും ഓർമ്മിക്കണം, എനിക്ക് സമയത്തെ ഒന്നും പറയാൻ പറ്റിയല്ല. ഇപ്പൊ ദൈവത്തെ ഏകസത്യവുമായ അങ്ങയും അങ്ങയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വിധിക്കുന്നില്ല, കുറ്റം വിധിക്കുന്നില്ല. പണ്ട് ഒരു വാക്കായിരുന്നു, പിന്നെ 10 കൽപ്പന 10 വാക്ക് കിട്ടി മോശ വഴി. ഈശോ വഴി ഒരുപാട് വാക്കുകൾ കിട്ടി നമുക്ക്. ഈശ്വര ഒരുപാട് വാക്കുകൾ, അത് മുഴുവൻ കേൾക്കുന്ന വ്യക്തി മുഴുവൻ ലംഘിച്ചുകൊണ്ട് പോയാലും തമ്പുരാനെ വ്യക്തിയെ മുറിഞ്ഞ സ്നേഹത്തോടെ ഈ ലോറി കഴിയപ്പെട്ട കൊച്ചിൻ്റെ പക്കലേക്ക് അമ്മ ഓടി വരുന്ന പോലെ ഓടി വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, കിട്ടാൻ കിട്ടാൻ കിട്ടാൻ. ദൂരെ വെച്ച് കണ്ടപ്പോഴേ ധൂർത്തപത്രം വരുന്നത്, ദൂരെ വെച്ച് കണ്ടപ്പോഴേ അപ്പൻ ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചു. ഒന്ന് ഓർത്ത് നോക്കി, അവൻ വന്ന് മുട്ടുകൊത്തി പാപ ഏറ്റു പറയുമോ എന്ന് നോക്കിയിട്ട് അവനെ കെട്ടിപ്പിടിക്കാം. അല്ല, അവൻ വെറുതെ ഇനി വീതം മേടിക്കാനാണോ? വൃത്തക്കേട് മാറിയോ? അറിഞ്ഞിട്ടാണ് കെട്ടിപ്പിടിക്കാൻ? അങ്ങനെയല്ല. തലവട്ടം കണ്ടപ്പോഴും ഓടിച്ചത് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. പിന്നെ അവൻ മുട്ടുകുത്തുന്നൊക്കെ. എന്നാ പിന്നെ പന്നിക്കൂട്ടി പോയി കെട്ടിപ്പിടിക്കാൻ പാടില്ല അപ്പന്. ഇത് ചെയ്യാത്തത് അവൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് കൊണ്ട്. പാപം ചെയ്ത് തന്നെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും നമ്മളെ അനുവദിക്കാൻ മാത്രം പോലും അവിടുന്ന് നൽകിയ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ് തമ്പുരാൻ. ശേഷം വളരെ 3 കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഏകസത്യമായ അങ്ങയും അതിൻ്റെ പുത്രനെയും അറിയുന്നിടത്താണ് നിത്യജീവൻ. ആ അറിയുന്നതിനകത്ത് 3 കാര്യങ്ങൾ വചനം വെളിപ്പെടുത്തി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഒന്ന്, നമുക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ദൈവം എപ്പോഴും മാനിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ ദൈവം എപ്പോഴും മാനിക്കും. നമ്മുടെ പടലിക്ക് കയറി പിടിക്കുക, കൈകറി പിടിക്കുകയല്ല. പാപം ചെയ്യാൻ അനുവദിക്കാൻ മാത്രം പോലും നമ്മളെ സ്നേഹിക്കും ദൈവം. പത്രോസ് തള്ളി പറയുമെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തിരിച്ചു വന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി പറഞ്ഞേൽപ്പിക്കുകയാണ്. തള്ളി പറയാൻ പത്രോസിനെ അനുവദിക്കാൻ മാത്രം പോലും സ്നേഹിച്ചിട്ട് അതിനും അപ്പുറം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു തമ്പുരാൻ. ഈശോ അങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവമായി പറയുന്നത്,
നമ്മളൊരു പാപം ചെയ്യാനായിട്ട് പോകുമ്പോൾ പോലും, വൃത്തികെട്ട ഒരു പ്രവൃത്തിക്ക് ഇങ്ങനെ പോകാൻ ഇട വന്നാൽ പോലും, പോകുമ്പോൾ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, മോനെ നീ തിരിച്ചു വന്നിട്ട് എൻ്റെ ബലി അർപ്പിക്കണം, എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നതല്ലേ അവിടെ സംഭവിക്കുന്നത് അതല്ലേ? പാപം ധൂർത്തപുത്രൻ വീതം ചോദിക്കും, അപ്പം കൊടുത്തില്ലേ? ആ ഉപമ ഈശോ പറയുന്നതല്ലേ? സ്വർഗ്ഗത്തിൽ തമ്പുരാൻ പറയുന്നതാ. നമ്മൾ ഏതെങ്കിലും ഭൂമിയിലെ അപ്പനാണെങ്കിലും വിറ്റ് ധൂർത്തടിക്കാൻ നിൽക്കുമ്പോൾ വീതം കൊടുക്കുകയല്ല. ഇതിനെ മക്കൾക്ക് എഴുതിയിടാന്ന് പറയും, കൊടുക്കുകയല്ല. സ്വർഗ്ഗത്തിൽ തമ്പുരാൻ പാപം ചെയ്ത്, ഇപ്പം ഹൗവ അതോ ഹൗവയുടെ തോട്ടത്തിലിരിക്കുന്നു. ഹൗവ തന്നെ എണീറ്റിട്ട് അങ്ങ് നടക്കുക. എങ്ങോട്ടാ? തമ്പുരാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവൾ എണീറ്റ് നടന്ന് ഈ മരം നിൽക്കുന്ന പഴമുള്ള മരം നിൽക്കുന്ന അങ്ങോട്ട് കയറി ചെല്ലും. തമ്പുരാൻ കാണുകയാണ്. പിന്നെ അങ്ങോട്ട് കയറി ചെറുതായി നോക്കുക. അവിടെ തമ്പുരാൻ, ആരടി അവിടെ പോവാടി? ഒരൊറ്റ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അവൾ പറിക്കുമായിരുന്നോ? ഞടുങ്ങി ഒറ്റ ഓട്ടം അതിനടുത്തുനിന്ന് പമ്മി ഇങ്ങനെ ഇരിക്കും, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിരിക്കും. തമ്പുരാൻ അങ്ങനെ വരച്ചവരെ നിർത്തുന്നയാളല്ല. പെടലിക്ക് പറയും തോക്കിൻ്റെ കൊഴല് വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നയാളല്ല. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നെങ്കിൽ തന്നു തന്നെയാണ്. അവരെപ്പോഴും മാനിക്കുന്നു. നമുക്ക് ഈ ദൈവത്തെ തിരിഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോഴും ദൈവം മാനിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആ സ്വാതന്ത്ര്യം നമ്മൾ എത്ര ദുരുപയോഗിച്ചാലും അവിടുന്ന് ഒരിക്കലും നമ്മളെ വെറുക്കുന്നില്ല, മാറ്റിവെക്കുന്നില്ല, സ്നേഹം കുറയുന്നില്ല. എത്ര ദുരുപയോഗിച്ചാലും എൻ്റെ വാക്ക് കേൾക്കുന്നവനും പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. വിധിക്കുകയല്ല, കുറ്റം വിധിക്കുകയല്ല. സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്യാവശ്യം സ്റ്റാഫ് റൂമിലൊന്ന് പോകണം. ടീച്ചർ പറഞ്ഞു, ആ പുസ്തകം എടുത്ത് ഇന്ന പെയ്യെടുത്ത് ഇന്ന ചോദ്യം കണ്ടോ, എല്ലാം ഉത്തരം കൊണ്ട് എഴുതാൻ പറഞ്ഞു. പിള്ളേരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. ലീഡറോട് പറഞ്ഞു, ഒച്ച ഉണ്ടാക്കരുത്, പ്രിൻസിപ്പൾ അപ്പുറത്തെ ക്ലാസ് എടുക്കുന്നു, ഞാനിപ്പോൾ പോയിച്ചു ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു. ടീച്ചർ പുറത്തിറങ്ങി സ്റ്റാഫ് റൂമിൽ ചെന്ന് കയറി. അപ്പോഴിത് എവിടുന്നോ ബഹളം, പിള്ളേരുടെ ബഹളം. സ്റ്റാഫ് റൂം എടുക്കുന്ന ടീച്ചർമാർ പറഞ്ഞു, എവിടുന്നാ ബഹളം? ഇത്ര നേരം ബഹളം ഇല്ലായിരുന്നല്ലോ. ആ ടീച്ചർ ഇങ്ങ് വന്നോ? ടീച്ചറിനെ പിള്ളേരായിരിക്കും. എൻ്റെ പിള്ളേർ അവിടെ എഴുതിക്കൊണ്ടിരിക്കും, അവർ ഒച്ചയില്ല. പിന്നെ ഭയങ്കര ബഹളം. അപ്പം മറ്റു ടീച്ചർമാർ പറഞ്ഞു, ടീച്ചറിനെ പിള്ളേരെ ഇപ്പോൾ ഒച്ച ഇതുവരെ ഇല്ലായിരുന്നല്ലോ. എൻ്റെ പിള്ളേർ എഴുതിക്കൊണ്ടിരിക്കുകയെന്നേ. പിന്നെ ബഹളം. ടീച്ചർ പറഞ്ഞ് തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് വേഗം ക്ലാസ്സിൽ ചെന്ന് കയറുമ്പോൾ ഉണ്ട് ഒരുത്തൻ ഡെസ്കിൻ്റെ പുറത്ത്, ഒരുത്തൻ ഡെസ്കിൻ്റെ കീഴെ കാലെ പിടിക്കുന്നു, വലിക്കുന്നു, ഭയങ്കര ബഹളം. വാതൊക്കെ ചെന്ന് അവർ പിള്ളേർ അറിയുന്നില്ല. ടീച്ചർ അങ്ങ് ചേർ ക്ലാസ്സിൽ ചെന്ന് കയറി മേശപ്പുറത്തോട്ട്, ആരാടാ ഇവിടെ? അപ്പോഴെല്ലാം കൂടെ പമ്മി പോയിരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. അടുത്ത ഡയലോഗ് എന്തായിരിക്കും വരിക നമുക്കറിയാം. എന്താ കാര്യം? താൻ പറഞ്ഞ വാക്കുകൾ കേട്ട കുട്ടികളത് പാലിച്ചില്ല. അതുകൊണ്ടെന്താ ഇങ്ങനെ നമ്മളെല്ലാം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തി അത് പാലിക്കാൻ നടക്കുന്ന കാണുമ്പോഴേ നമ്മൾ വിധിക്കും. തമ്പുരാൻ അങ്ങനെയല്ല. നമ്മളും തമ്പുരാൻ എത്ര അന്തരത്തിലാണ് ഇത് തിരിച്ചറിഞ്ഞേ. നമ്മൾ പാപം ചെയ്തു പോകുമ്പോൾ കണ്ടു കിട്ടുവോളം പുറകെ വരുന്നവനെ തമ്പുരാൻ കുറ്റം വിധിക്കുന്നില്ല. വിധിക്കാതെ പൊക്കിയെടുക്കാൻ വേണ്ടി മാത്രം. ഈ ദൈവത്തെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മൂന്നാമത്, അങ്ങനെ സ്വന്തം വഴിക്ക് പോയി എല്ലാം നശിപ്പിച്ച് തൊലഞ്ഞ് എന്നെങ്കിലും തിരിച്ച് അപ്പാ തെറ്റിപ്പോയെന്നൊരു വാക്ക് പറഞ്ഞാൽ, വാക്ക് പറയണ്ട, ആ രീതിയിൽ ഒന്ന് തിരിച്ചു നോക്കിയാൽ, തിരിച്ചൊന്ന് വന്നാൽ, ദൂരെ വെച്ച് കാണുമ്പോഴേ കെട്ടിപ്പിടിച്ച് സ്വന്തമാക്കിയിട്ട് എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അത് മുഴുവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ട് തന്നെ നമ്മൾ വീണ്ടും സ്വന്തമാക്കുന്ന ഒരു ദൈവം. ധൂർത്തപുത്രൻ അവൻ ഏറ്റു പറയാനത് അത്ര പാടില്ല. അപ്പൻ അത് കേൾക്കുന്നേ ഇല്ല. അതൊന്നും അപ്പന് കേൾക്കണ്ട, നീ വന്നല്ലോ. പാപത്തിലേക്കല്ല തമ്പുരാൻ നോക്കുന്ന, പാപത്തിലേക്കല്ല ദൈവം നോക്കുന്ന, പാപിയിലേക്കാണ്. നീ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് ഓർത്തു, തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. എന്നിട്ട് നോക്കുന്നത് ഈ ഉടുപ്പ് മുഴുവൻ പന്നിയുടെ നാറ്റം, കീറിപ്പറം ചെളി ഒഴിക്കുന്നു, ചെരുപ്പില്ല, കാലിൽ ആഭരണമില്ല. അതാ ഇപ്പൊ അവന്റെ പറച്ചിൽ ഏതാണ്ട് പറഞ്ഞു, അത് അപ്പം കേൾക്കുന്നില്ല. വന്നല്ലോ, അത് മതി. ജോലിക്കാരെ വിളിക്കാം, കൈ കാണിച്ചു പറയുമ്പോൾ തന്നെ ഇനി വന്നു മേൽത്തര ഉടുപ്പ്, മോതിരം, കുളിപ്പിക്കാൻ ആഭരണം, എന്നിട്ടോ മെലിഞ്ഞിരിക്കുന്നു. രാവിലത്തെ കാപ്പിയുടെ വല്ല ബാക്കിയുണ്ടോ നോക്ക്. അല്ല, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നേ. ഇവൻ എന്തെല്ലാം കളഞ്ഞു കുളിച്ചോ അത് മുഴുവനും സ്വന്തം ചെലവിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ടുകൊടുത്ത് അവനെ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ദൈവം. ഈ 3
ദൈവ സ്വഭാവങ്ങൾ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. 2 കൊരിന്തോസ് 5:19, 20, 21 ചേർത്ത് വായിച്ചു. ദൈവം നമ്മുടെ തെറ്റുകൾ നമുക്കെതിരെ പരിഗണിക്കാതെ പാവമറിയാത്തവനെ പരിഹാര ബലിയാക്കി. സ്വയം പരിഹാരമായി. സ്വയം നമ്മുടെ പാപം നമുക്കെതിരെയല്ല, സ്വയം എടുത്തു. തൂവത്തോത്ത് നശിപ്പിച്ച മുഴുവൻ സ്വന്തം ചെലവിൽ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കൊന്ന് അനുഭവിക്കാനായിട്ട് പറ്റണം. നിസ്സാര കാര്യമല്ല. സ്നേഹമുള്ളവർ, നമ്മൾ പാപം ചെയ്യുമോ ഇല്ലയോ, പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ഈ തമ്പുരാന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കുക, ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുമോ നോക്കിക്കുക. കൊച്ചറേശ്യ ഒരിക്കൽ തൻ്റെ ആത്മകഥയുടെ അവസാന അധ്യായത്തിൽ അവസാന ഖണ്ഡിക, കൊച്ചറേശ്യയുടെ നവമാലികയുടെ ലാസ്റ്റ് ഖണ്ഡിക, പെൻസിൽ കയ്യും താഴെ പോയിട്ട് പൂർത്തിയാക്കാത്ത ആത്മകഥയാണ് നവമാലിക, നമുക്കറിയാം. ലാസ്റ്റ് ഖണ്ഡിക ആരംഭിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഭൂമി സാധ്യമായ സകല പാപങ്ങൾ ചെയ്യാൻ ഇടവന്ന ആളായിരുന്നു ഞാനെങ്കിലും ഞാൻ ഇതേ പ്രത്യാശയുടെ കർത്താവ് വരാൻ വേണ്ടി മരണസ്ഥാനം നോക്കി ഞാൻ കിടന്നേനെ. കാരണം അവിടുന്ന് തൂർത്തപത്ത നോവ് പറഞ്ഞപ്പോഴും പാപിനെ സ്വീകരിച്ചപ്പോഴും വെളിപ്പെടുന്ന സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ പാവമല്ല. യൂദാസിന്റെ സ്ഥാനത്ത് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ ഇടവന്ന് എനിക്കായിരുന്നെങ്കിൽ മരത്തെ പോയി തൂങ്ങുന്നതിന് വരെ കർത്താവിൻ്റെ കഴുത്തെ പോയി തൂങ്ങുന്ന ഉച്ചശ പറയാണ്. യൂദാസ് നശിച്ചെങ്കിൽ നശിച്ചത് പാപം ചെയ്തിട്ടല്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 9-ാം വാക്യം, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവന് വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഏറ്റുപറഞ്ഞാൽ മതി, തെറ്റിപ്പോയത് പറഞ്ഞാൽ മതി. വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പറയാൻ വേണ്ടി നോക്കിയാൽ മതി, വന്നാൽ മതി. ഉത്തരം വന്നപ്പോഴേ അകലെ വെച്ച് കണ്ടപ്പോഴേ ഇത് കെട്ടിപ്പിടിച്ചു. തമ്പുരാൻ്റെ നൊമ്പരം നമ്മുടെ പാപമല്ല. നമ്മൾ അകന്നു പോയോ, നഷ്ടപ്പെട്ടു പോയോ, അതല്ലേ തൂർത്തലപ്പേര് പറയുന്നത്. നഷ്ടപ്പെട്ടവനായിരുന്നു, മരിച്ചവനായിരുന്നു, കൊച്ചു വണ്ടിയുടെ കീഴെ പെട്ടു. അയ്യോ, അതാ അമ്മയുടെ നൊമ്പരം. തമ്പുരാന്റെ വേദന അതാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഒരുമിച്ചായിരിക്കണം. സ്നേഹത്തിൻ്റെ നൊമ്പരമാണ് അകന്നു പോകുമ്പോൾ വേദന. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഏക നൊമ്പരം അതാണ്. സ്നേഹമെന്ന നാണയത്തിൻ്റെ ഒരു വശമാണ് ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ ആനന്ദം. സ്വർഗത്തിൻ്റെ ആനന്ദം അതാണ്. അതിൻ്റെ തന്നെ നാണയത്തിൻ്റെ മറുവശമാണ് ഒരു വ്യക്തി അകന്നു പോകുമ്പോൾ വേദന. സ്വർഗത്തിൽ എന്തെങ്കിലും വേദനയുണ്ടോ? ഈ വേദനയേ ഉള്ളൂ. ഈ വേദന സ്നേഹത്തിൻ്റെ നൊമ്പരമാണത്. സ്നേഹത്തിൻ്റെ നൊമ്പരമാണ്. അപ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി, ഏറ്റെടുക്കും. വീണ്ടും 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഇത് എഴുതുന്നത്. ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ സന്നിധിയിൽ മധ്യസ്ഥനുണ്ട്, ഇത് പറഞ്ഞ യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരപരിയാണ്, നമ്മുടെ ലോകം മുഴുവൻ പാപങ്ങൾക്ക്. അപ്പോൾ നോക്കിക്കുക, പാപം ചെയ്യരുത്, ചെയ്തു പോയത് ഏറ്റുപറഞ്ഞ് ഏറ്റെടുത്തോളാം. ഇനിയും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ, അതിനർത്ഥം എന്നതാ 1-ാം വാക്യം, എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ, എപ്പോഴും ഇനിയും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ ഒരു പരിഹാരം, അതിന് പരമേശ്വരൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ കണ്ടോ നേരത്തെ കാര്യം.